ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒരു വെൽനസ് സെന്ററിലേക്കോ ബോഡി ഫിറ്റ് ചെയ്യാൻ മറ്റെന്തെങ്കിലും വർക്കൗട്ടുകളിലേക്കോ നീങ്ങേണ്ട ആവശ്യം വന്നില്ല. അല്ലാഹുവിന്റെ റസൂൽ ഹബീബായ തങ്ങളെ പടച്ച പ്രകൃതം തന്നെ ഹൈറ്റിനൊത്ത നീളം തടിയും തടിക്കൊത്ത ഹൈറ്റുമാണ്, നീളത്തിനൊത്ത തടിയും തടിക്കൊത്ത നീളവുമാണ്. അല്ലാഹുവിന്റെ ഹബീബിന് അല്ലാഹു തആല ജന്മനാ ഒരു മനുഷ്യന് കൊടുക്കാത്ത കാര്യങ്ങൾ അല്ലാഹുവിന്റെ ഹബീബിന് അല്ലാഹു തആല നൽകിയത്. റസൂലുള്ളാഹി തങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോ അല്ലാഹു കൺട്രോൾ ചെയ്തിരുന്നു. അല്ലാഹുവിന്റെ ഹബീബ് മറ്റെന്തെങ്കിലും തടി കൂടുന്ന ഏതെങ്കിലും സാഹചര്യത്തിൽ പെടുമ്പോ അല്ലാഹു റസൂലുള്ളാഹിയെ കൺട്രോൾ ചെയ്തിരുന്നു. അതുകൊണ്ടാണ് റസൂലുള്ളാഹി തങ്ങളുടെ ജീവിതകാലം മുഴുവൻ നീളത്തിനനുസരിച്ച തടിയും തടിക്കൊത്ത നീളവുമായി മാറിയത്. അല്ലാഹുവിന്റെ ഹബീബിന്റെ കണ്ണിനെ കുറിച്ച് വർണ്ണിക്കുകയാണെങ്കിൽ നീ എത്രയോ ബ്യൂട്ടി പാർലറിലേക്ക് സഹോദരിമാര് പോവുകയാണ്. അതിനു വേണ്ടി കണ്ണിന്റെ പുരികം ത്രെഡ് ചെയ്ത് കണ്ണിന്റെ സൗന്ദര്യം വർദ്ധിപ്പിക്കലാ അവരുടെ ലക്ഷ്യം. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, ശരീരത്തെ വേദനിപ്പിച്ചുകൊണ്ട് നിന്റെ സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ പരിശുദ്ധ ഇസ്ലാം നിനക്ക് അനുവാദം തന്നിട്ടില്ല പെങ്ങളെ. പിന്നെങ്ങനെയാണ് പുരികം ത്രെഡ് ചെയ്തിട്ട് നിന്റെ സൗന്ദര്യം നിനക്ക് വർദ്ധിപ്പിക്കാൻ കഴിയുന്നത്? അല്ലാഹുവിനെ മറന്ന് റസൂലുള്ളാഹി തങ്ങളെ മറന്നിട്ട് വേണം പെങ്ങളെ നിന്റെ ശരീരത്തിലെ പുരികത്തിന്റെ ഓരോ രോമങ്ങളും നീ പറിച്ചെടുക്കാൻ. ഇന്ന് പല പെൺകുട്ടികളും പോയ ബ്യൂട്ടി പാർലറിലേക്ക് എന്താ കണ്ണിന്റെ പുരികം ത്രെഡ് ചെയ്യണം. പുരികം എങ്ങനെയാ മക്കളെ ത്രെഡ് ചെയ്യണം? മക്കളെ പുരികം ത്രെഡ് ചെയ്യലെന്ന് പറഞ്ഞാൽ അറിയോ നിങ്ങൾക്ക്? അറിയില്ലേ? ആർക്കും അറിയില്ലേ? ബ്ലേഡിനെ കൊണ്ടോ കത്രികനെ കൊണ്ടോ പുരികം ത്രെഡ് ചെയ്യല്? ചില പെൺകുട്ടികളുടെ പുരികം നോക്കിയാൽ മനസ്സിലാകും. ഇങ്ങനെ ഒരു നമ്മൾ ഈ ഹൈവേ റോഡിലെ നടുക്കിടുന്നൊരു വൈറ്റ് കളർ വരയില്ലേ, ട്രാക്ക് മനസ്സിലാക്കാൻ വേണ്ടിട്ട് അതേപോലെ ഇങ്ങനെ വരച്ചു വെച്ചിട്ടുണ്ട്. കണ്ടാ വിചാരിക്കും പഠിച്ചോളി എന്ത് നല്ല സൗന്ദര്യമുള്ള പുരികായ ഒക്കെ കൊടുത്തിനെന്ന് ചിന്തിച്ചു പോകും. അങ്ങനെ കൊടുത്തിട്ടാണോ? പിന്നെയോ ബ്യൂട്ടി പാർലറിൽ പോയിട്ട് ത്രെഡ് ചെയ്യുക. എങ്ങനെയാ പുരികം ത്രെഡ് ചെയ്യുന്നറിയോ? നൂല് കെട്ടിയിട്ട് അപ്പുറത്തുനിന്ന് ഇപ്പുറത്ത് ഇങ്ങനെ വലിക്കും. എന്നിട്ട് ഓരോ രോമങ്ങൾ പറിച്ചിങ്ങനെ ബ്ലേഡ് പോലെ മുറിച്ചു. അല്ലാഹു പൊറുക്കൂല പെങ്ങളെ. നിന്റെ ശരീരത്തെ വേദനിപ്പിച്ചുകൊണ്ട് സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ പരിശുദ്ധ ഇസ്ലാം നിനക്ക് അനുവാദം തന്നിട്ടില്ല. അതേപോലെ ചില പെൺകുട്ടികൾ പോകും ഡെന്റൽ കോളേജുകളിലേക്ക്. എന്തിനാ? പല്ലുവേദനയായിട്ട് ഫില്ല് ചെയ്യാൻ പോകുന്നതല്ല, റൂട്ട് കനാൽ ചെയ്യാൻ പോകുന്നതല്ല. പിന്നെയോ പല്ല് കട്ട് ചെയ്ത് ലെവൽ ചെയ്യലാവും. എത്ര വേദന നീ സഹിക്കണം. നിന്റെ ശരീരത്തെ വേദനിപ്പിച്ചുകൊണ്ട് പുരികം ത്രെഡ് ചെയ്യലോ പല്ല് കട്ട് ചെയ്യാനോ പരിശുദ്ധ ഇസ്ലാം അനുവാദം തന്നിട്ടില്ല. അല്ലാഹുവിന്റെ ഹബീബിന് വെറുപ്പാണ് അവരോടൊക്കെ. ഇതൊക്കെ ആരെ കാണിക്കാനാ? നാട്ടുകാരെ കാണിക്കണം. എന്നെ കണ്ട് കുറെ ആളിങ്ങനെ ആസ്വദിക്കണം. എന്നെ കണ്ട് ഒരുപാട് പേര് ചെറുപ്പക്കാരിങ്ങനെ സുഖം കൊള്ളണം. അതല്ലാതെ ഭർത്താക്കന്മാരെ കാണിക്കാൻ ഇതൊക്കെ ചെയ്യോ? ഭർത്താക്കന്മാരുടെ മുമ്പിൽ എങ്ങനെ മോശമായി പോകാൻ പറ്റോ ആ രീതിയിൽ അങ്ങ് പോകും. നാട്ടുകാരെ മുമ്പിൽ ഇറങ്ങുമ്പോഴോ ഷെൽഫിലുള്ള പൗഡറും പെർഫ്യൂംസും ഒക്കെ അവരുടെ ശരീരത്തിലായിരിക്കും. എന്നിട്ട് രണ്ട് നടത്താൻ അങ്ങോട്ടും ഇങ്ങോട്ടും. അതല്ലെങ്കിൽ ഏതെങ്കിലും യൂട്യൂബ് വ്ളോഗ് ഉണ്ടാകും, അതിന്റെ മുമ്പിൽ സ്ക്രീനിന്റെ മുമ്പിൽ വന്നിങ്ങനെ ആടിയും പാടിയും ഡാൻസ് ചെയ്യണം. അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ജനങ്ങളെ കാണിക്കണം. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. റീൽസിന് വേണ്ടി അങ്ങനെ ഒരുപാട് പാട്ടുകൾ ഇങ്ങനെ റീൽസ് ആയിക്കൊണ്ടിരിക്കുക. ഇപ്പോഴത്തെ പുതിയ പാട്ട് അറിയില്ല. ഈ നാട്ടിന്റെ പേരെന്താ? പള്ളത്തുംകാൽ. പള്ളത്തുംകാൽ ഒന്നും എത്തുന്നില്ലേ നാസർജ? എത്തുന്നില്ലേ? അല്ലാഹു റബ്ബി. വെറുതെ പറയുന്നു. എടാ സുബൈദ മനസ്സിലെ പാട്ട് പുതിയ കാലത്ത് തന്നെയാണ് ഉള്ളത് അല്ലേ? ഇതൊക്കെ കേൾക്കും വിചാരിക്കും ഏതോ മാപ്പിള പാട്ട് ഇങ്ങനെ പാടിയിട്ട് മക്കൾ ഡാൻസ് ചെയ്യാൻ. പുതിയ സിനിമയിലെ പാട്ടാ. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ.
അതിനു വേണ്ടിയിട്ട് തള്ളയും കുട്ടികളും ഒക്കെ ഡാൻസിന് വേണ്ടിയിട്ട് സൗന്ദര്യം വർദ്ധിപ്പിച്ച് ജനങ്ങളെ കാണിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ പ്രദർശിപ്പിക്കേണ്ടത് നിനക്ക് ഏറ്റവും ഹലാലായ നിന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ മുമ്പിലാണ് നിന്റെ സൗന്ദര്യം നീ പ്രദർശിപ്പിക്കേണ്ടത്. അതല്ലാതെ നാട്ടുകാരുടെ മുമ്പിലല്ല. അങ്ങാടി എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, അവസാനം മരിക്കുമ്പോഴാ ഇതൊക്കെ പറഞ്ഞത് എത്രത്തോളം ഗൗരവമുള്ള വിഷയമാണെന്ന് പലർക്കും മനസ്സിലാകുക. അല്ലാഹുവേ, നീ ബോധം നൽകണേ അല്ലാ, ബോധം നൽകണേ അല്ലാ. സാധാരണ ഒരാണിനും പെണ്ണിനും ഒരു സാധാരണ രീതിയിലുള്ള പ്രകൃതം എന്ന് പറയുന്നത്, പുരുഷൻ എന്ന് പറഞ്ഞാൽ ഒരു വസ്തുവിന്റെ സൗന്ദര്യം നോക്കി ആസ്വദിക്കുകയും പെണ്ണ് എന്ന് പറഞ്ഞാൽ സൗന്ദര്യം പ്രദർശിപ്പിച്ചിട്ട് ആസ്വദിക്കുകയും ചെയ്യുന്നു. ഇതാണ് പ്രകൃതം. തിരിഞ്ഞോ? പുരുഷന്മാരുടെ പ്രകൃതം എന്ന് പറഞ്ഞാൽ എന്താ? നോക്കി കണ്ട് ഇങ്ങനെ ആസ്വദിക്കും. സഹോദരിമാരെ, പെണ്ണുങ്ങളുടെ പെൺകുട്ടികളുടെ പ്രകൃതം എന്ന് പറഞ്ഞാൽ എന്താ? പ്രദർശിപ്പിച്ചിട്ട് ആസ്വദിക്കും. രണ്ടും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായോ? ഉദാഹരണം പറഞ്ഞാൽ പെട്ടെന്ന് തിരിഞ്ഞു. ഇവിടെ അടുത്തുള്ള കോളേജ് എവിടെയാ? അല്ലെങ്കിൽ ഒരു ഹയർ സെക്കൻഡറി സ്കൂൾ ഏതാ? ചട്ടഞ്ചാൽ. ഈ സ്കൂൾ വിടുമ്പോ ഏറ്റവും കൂടുതൽ വായി നോക്കാൻ നിൽക്കുന്നത് ആൺകുട്ടികളാണോ പെൺകുട്ടികളാണോ? കാരണം എന്താ? ആൺകുട്ടികൾ സൗന്ദര്യം നോക്കി ആസ്വദിക്കുന്നവരാണ് അല്ലേ? അത് മനുഷ്യന്റെ പ്രകൃതി അങ്ങനെയാണ്. അവൾ ആസ്വദിക്കേണ്ടത് അവളുടെ ഭർത്താവിന്റെ മുമ്പിലാണ്. അത് തീരെ ഉണ്ടാവില്ല. ഭർത്താവ് വീട്ടിലേക്ക് വരുമ്പോ അവളുടെ കോലം എന്താ? ചട്ടിയും കുടുക്കയും കത്തിയും കോടാലിയും ഒക്കെ കയ്യിലുണ്ടാവും. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി നാട്ടുകാരുടെ മുമ്പിലേക്ക് പോകുമ്പോയോ ഇറങ്ങിയാലും ഇറങ്ങൂല. എന്താ കാരണം? കുറെയൊക്കെ പ്രദർശിപ്പിക്കാനുള്ള പ്രദർശന വസ്തുവല്ലേ അല്ലേ? നിക്കാബ് ചുറ്റിയാലും ഹിജാബ് ചുറ്റിയാലും തീരൂല. ഹിജാബ് എന്ന് പറഞ്ഞാൽ മനസ്സിലായി? ഇങ്ങനെ ചുറ്റുന്ന സാധനമില്ലേ, അതിന്റെ പേരാണ് ഹിജാബ്. നിക്കാബ് എന്ന് പറഞ്ഞാലോ കണ്ണിന് കെട്ടുന്ന സാധനത്തിന്റെ പേരാണ് എന്ത്? നിക്കാബ്. എല്ലാവരും ഫാഷനായി. ഹിജാബിൽ ഫാഷൻ, നിക്കാബിൽ ഫാഷൻ, എല്ലാറ്റിലും ഫാഷൻ. ഹിജാബിന്റെ ഫാഷൻ നിങ്ങൾക്കറിയാലോ. ചുറ്റുന്ന സാധനത്തിന്റെ ഫാഷൻ എങ്ങനെ അറിയില്ലേ? അങ്ങോട്ട് ചുറ്റി ഇങ്ങോട്ട് ചുറ്റി, എന്നിട്ട് 2 മിനിറ്റിനുള്ളിൽ ഒരു 10 പ്രാവശ്യം. ഇതാണ് ഹിജാബിന്റെ. നിക്കാബിന്റെ ഫാഷൻ എങ്ങനെയാണെന്ന് അറിയോ? എല്ലാരും അല്ല കേട്ടോ. ചില ആളുകൾ ചെയ്യുന്നത് നിക്കാബിന്റെ ഫാഷൻ കിട്ടാൻ വേണ്ടിയിട്ട് കണ്ണ് നന്നായി ബ്യൂട്ടി പാർലർ പോയിട്ട് ബ്യൂട്ടിയാക്കി, കണ്ണൊക്കെ നന്നായി ക്ലീനാക്കി, നന്നാക്കി കണ്ണിനൊക്കെ വരച്ച്, എന്നിട്ടോ നിക്കാബ് കെട്ടിയിട്ട് നിക്കാബ് കുറച്ച് താഴോട്ട് താഴ്ത്തി പിടിക്കും. എന്നിട്ട് ഈ 2 ഗ്യാപ്പ് ഇങ്ങനെ കാണിക്കും. സുബ്ഹാനല്ലാഹ്. അതൊരുപാട് ബ്ലോഗേഴ്സ് ഇറങ്ങി നിക്കാബിന്റെ ഫാഷൻ കാണിച്ചു കൊടുക്കും. ബ്ലോഗേഴ്സ്മാരെ തടഞ്ഞിട്ട് നടക്കാൻ കഴിയുന്നില്ല. ഇത് കണ്ടിട്ട് പലരും ചിന്തിക്കുക ഇതന്നെയാണ് അടിച്ചുപൊളി ജീവിതം. ഓരോ ബ്ലോഗർമാർ വന്ന് സുബ്ഹാനല്ലാഹ് ഇങ്ങനെ ഓരോരുത്തരുടെ ലൈഫ് കാണിക്കുമ്പോ ഇത് തന്നെയാണ് ഏറ്റവും നല്ല ജീവിതം എന്ന് വിചാരിച്ച് അതേപോലെ ജീവിക്കാൻ തന്നെയാ അല്ലേ? ഹായ് ഗൈസ്, സുഹൃത്തുക്കളെ. പിന്നെന്താ? ഹായ് ബേബി. ഇപ്പൊ ഭർത്താക്കന്മാരെ വിളിക്കുന്ന സ്ലാങ് ഒക്കെ മാറി. പണ്ടൊക്കെ ഭർത്താക്കന്മാർ എന്താ വിളിക്ക അല്ലേ? ഞാസർച്ചാന്റെ ഭാര്യ ഞാസർച്ചാൻ എങ്ങനെ വിളിച്ചിട്ടുണ്ടാ? ഒന്നിക്കല് ഞാസർച്ച. കുറച്ച് കഴിയുമ്പോ ഏയ് ആവൂലേ അല്ലേ? ഏയ് എന്നല്ലേ പല ഭാര്യമാരും ഭർത്താക്കന്മാർ വിളിക്കുന്നവരില്ലേ? നമ്മളൊക്കെ നാട്ടിൽ എങ്ങനെയാ? ഭർത്താവിന് എന്താ വിളിക്ക? മക്കളൊക്കെ ആവുമ്പോ പേര് കൂട്ടി ഇച്ചാന്നൊക്കെ വിളിക്കാൻ എന്താവും? ഒരു ചെറിയൊരു ലജ്ജ തോന്നും. അപ്പൊ എന്താ വിളിക്കും? ഏയ് എന്ന പദത്തിലും പാരമ്പര്യമുണ്ട്. ഏയ് എന്ന പദത്തിൽ റെസ്പെക്ട് ഉണ്ട്. തിരിഞ്ഞോ? നമ്മൾ വിചാരിക്കും സ്വീപ്പാക്കി പറഞ്ഞതാണ്. അല്ല, ഏയ് എന്ന പദത്തിൽ റെസ്പെക്ട് ഉണ്ട്. റെസ്പെക്ട് കൊണ്ടാണ് അവർ എന്ത് വിളിക്കുന്നത്? ഏയ് എന്ന് വിളിക്കുന്നത് അല്ലേ? ചില ആളുകൾ വാപ്പയോടും ഉമ്മയോടും സംസാരിക്കുമ്പോ പറയൂ, നിങ്ങൾ ഭക്ഷണം കഴിച്ചോ, നിങ്ങൾ ചോറ് കഴിച്ചോ? വാപ്പാനോടും ഉമ്മയോടും നിങ്ങൾ എന്ന പദം പ്രയോഗിക്കുന്ന റെസ്പെക്റ്റിന് വിരുദ്ധ.
വാപ്പാനോട് ഭക്ഷണം കഴിച്ചു എങ്ങനെയാ ചോദിക്കേണ്ടത്? വാപ്പ ഭക്ഷണം കഴിച്ചോ, ഉമ്മ ഭക്ഷണം കഴിച്ചോ? അതാണ് റെസ്പെക്റ്റിന്റെ പദം. വാപ്പയും ഉമ്മയും നിങ്ങൾ എന്ന് വിളിക്കുമ്പോ ഒരു അന്യരിലേക്കാണ് നീങ്ങുന്നത്. തിരിഞ്ഞോ? ഒരു ഗ്യാപ്പ് കൂടും. അവിടെ വാപ്പ ഭക്ഷണം കഴിച്ചോ എന്ന് ചോദിക്കുമ്പോ മാനസികപരമായിട്ടൊരു അറ്റാച്ച്മെന്റ് വരും. അങ്ങനെ ഉപയോഗിക്കുന്ന ഓരോ പ്രയോഗത്തിനും ഓരോ റെസ്പെക്റ്റ് ഉണ്ട്. അപ്പോ ഭാര്യമാര് ഭർത്താക്കന്മാരെ എന്ന് വിളിക്കുമ്പോ അതിൽ റെസ്പെക്റ്റ് ഉണ്ട്. എന്ന് അതൊക്കെ പോയി എന്താ ഹലോ ബേബി, ഹായ് ബേബി കേൾക്കാറില്ലേ? ബേബി പിന്നെ ഡൂഡി. യാ സുബ്ഹാനല്ലാഹ്. കുറച്ച് കഴിയുമ്പോ മോള് വന്നിട്ട് വാപ്പാനോട് പറയും, സഹിക്കാൻ കഴിയുന്നില്ല ഉമ്മ, എങ്ങനെങ്കിലും എന്ന് ഒഴിവാക്കിയിട്ട് ഓന്റെ പാട്ടിന് പോകാൻ പറയും. കാരണം എന്തേ? എല്ലാ റെസ്പെക്റ്റും നഷ്ടപ്പെട്ടു. ഉള്ള സമയത്ത് എന്ത് ചെയ്തു? ഒരു സുഹൃത്തുക്കളെ പോലെ ബഹുമാനിക്കേണ്ടടുത്ത് ബഹുമാനം നൽകാതെ, ആദരിക്കേണ്ടടുത്ത് ആദരവ് നൽകാതെ ഭർത്താവിനെ അങ്ങ് മാറ്റിക്കളഞ്ഞു. സ്വന്തം സുഹൃത്തിനെ പോലെ എപ്പോഴും കൊണ്ടു നടക്കാനുള്ള ആളല്ല ഭർത്താവ്. സ്വന്തം സുഹൃത്തിനെ പോലെ എപ്പോഴും കൊണ്ടു നടക്കാനുള്ള പെണ്ണല്ല ഭാര്യ. ചില സമയത്ത് സുഹൃത്തിനെ പോലെ കൊണ്ടു നടക്കേണ്ടി വരും. ചില സമയത്ത് റെസ്പെക്ട് നൽകിയിട്ട്, ആദരവ് നൽകിയിട്ട്, അവർക്ക് നൽകേണ്ടതായ പരിഗണനകൾ നൽകിയിട്ട് ജീവിതത്തിൽ കൊണ്ടു നടക്കേണ്ടി വരും. ഇന്നത്തെ പുതിയ ജനറേഷന്റെ സ്റ്റൈൽ എന്താ? എപ്പോഴും സുഹൃത്തിനെ പോലെ എടാ പോടാ എന്നുള്ള ബന്ധത്തിലേക്ക് ഭാര്യയും ഭർത്താവുമായി മാറി. പണ്ടൊക്കെ പുരുഷന്മാരെ നാം പ്രയോഗിക്കുന്ന ഒരു പ്രയോഗ, നമ്മളെക്കാട്ടി വയസ്സ് കുറഞ്ഞ കുട്ടികൾക്ക് എടാ നീ പള്ളിയിൽ പോയിരുന്നു അല്ലേ? പെൺകുട്ടിയാണെന്ന് ചോദിക്കോ, എടീ നീ നിസ്കരിച്ചോ എന്ന്. എടി എന്ന് പോലും പെൺകുട്ടിയെ വിളിക്കുന്നില്ല. ആൺകുട്ടികളെ ഉപയോഗിക്കുന്ന പ്രയോഗം എടാ എന്നുള്ള പ്രയോഗം ഇന്ന് പരസ്പരം പെൺകുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉപയോഗിക്കുക. അവിടെയാണ് ആദരവ് നൽകേണ്ടിടത്ത് ആദരവ് നൽകാതിരിക്കുമ്പോ, ബഹുമാനം നൽകേണ്ടിടത്ത് ബഹുമാനം നൽകാതിരിക്കുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിതത്തിൽ നമുക്ക് നൽകുന്ന ബർക്കത്ത് കളയും. ബർക്കത്ത് നഷ്ടപ്പെട്ടു പോകും ജീവിതത്തിൽ. ബർക്കത്ത് നഷ്ടപ്പെട്ടു പോയാൽ ജീവിതത്തിൽ നമുക്ക് സമാധാനം ലഭിക്കുകയില്ല. അത് സാമ്പത്തികമായിട്ടുള്ള രീതിയാകട്ടെ, ശാരീരികമായിട്ടുള്ള രീതിയാവട്ടെ, എല്ലാറ്റിലും ബർക്കത്തുണ്ടെങ്കിലേ നമുക്ക് സമാധാനം ലഭിക്കുകയുള്ളൂ. നമ്മുടെ ലൈഫ് സ്റ്റൈൽ കൊണ്ട്, നമ്മുടെ കാട്ടിക്കൂട്ടലുകൾ കൊണ്ട്, നമ്മുടെ ചെയ്തികൾ കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിതത്തിലെ ബർക്കത്ത് നഷ്ടപ്പെടുത്തുകയാ. ബഹുമാനിക്കേണ്ടതിനെ ബഹുമാനിക്കേണ്ടതുപോലെ ബഹുമാനിക്കാൻ കഴിയണം. ഭർത്താവിനെ എങ്ങനെ ആദരിക്കണമോ അതുപോലെ ഭാര്യയ്ക്ക് ആദരിക്കാൻ കഴിയണം. ഭാര്യയെ എങ്ങനെ പരിഗണിക്കണമോ അതുപോലെ ഭാര്യയെ പരിഗണിക്കാനും കഴിയണം. എന്നാലേ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, കുടുംബ ജീവിതത്തിലുള്ള ബർക്കത്ത് നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു നൽകിയിട്ട് ജീവിതം നമുക്ക് ആസ്വദിക്കാൻ കഴിയും. അല്ലാഹുവേ നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. ഞാൻ പറഞ്ഞു വരുന്നത് അല്ലാഹുവിന്റെ റസൂലിന്റെ പുരികത്തെ കുറിച്ച് പഠിക്കുമ്പോ ഏതെങ്കിലും ബ്യൂട്ടി പാർലറിൽ പോയിട്ട് ത്രെഡ് ചെയ്ത് വന്ന പുരികമാണോ എന്ന് തോന്നിപ്പോകും. അത്രയും സൗന്ദര്യമാ അല്ലാഹുവിന്റെ റസൂലിന്റെ പുരികത്തിനെ. അല്ലാഹു പടച്ചത് തന്നെ അങ്ങനെയാ. അല്ലാഹുവിന്റെ ഹബീബിന്റെ കണ്ണുകളെ കുറിച്ച് പഠിച്ചു നോക്കിയാൽ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, പൊന്നാര ഹബീബിന്റെ കണ്ണുകളുണ്ടല്ലോ, നല്ല വെളുത്ത പ്യുവർ വൈറ്റ് ആയിട്ടുള്ള പാടക്കകത്ത് നല്ല കറുത്ത കട്ടിയുള്ള കറുത്ത കൃഷ്ണമണിയാ. സൗന്ദര്യമുള്ള കണ്ണിന്റെ ഉടമയെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പൊന്നാര ഹബീബിന്റെ പല്ലുകൾ കണ്ടാൽ തോന്നിപ്പോകും അല്ലാഹുവിന്റെ ഹബീബിന്റെ പല്ലുകൾ കട്ട് ചെയ്ത് ഒരുപോലെ ലെവലാക്കി എടുത്തു വെച്ചതാണോ എന്ന്. അത്രയും നല്ല സൗന്ദര്യമുള്ള പല്ലിന്റെ ഉടമയെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ ഹബീബിനെയാ പെങ്ങളെ, സൗന്ദര്യം നോക്കിയിട്ട് ആരെങ്കിലും ഇഷ്ടപ്പെടുന്നുവെങ്കിൽ നീ ഇഷ്ടപ്പെടേണ്ടത് അല്ലാഹുവിന്റെ ഹബീബിനെയാ. ചെറുപ്പക്കാരാ, സൗന്ദര്യം നോക്കിയിട്ട് നീ ആരെങ്കിലും സ്നേഹിക്കുന്നുവെങ്കിൽ, പ്രേമിക്കുന്നുവെങ്കിൽ സ്നേഹിക്കുകയും പ്രേമിക്കുകയും വേണ്ടത് അത്രയും നല്ല സൗന്ദര്യമാ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സൗന്ദര്യത്തിന് തീർന്നില്ല.
ഇല്ല. പുന്നാര ഹബീബിന്റെ നടത്തം, പുന്നാര ഹബീബിന്റെ ഇരുത്തം, പുന്നാര ഹബീബിന്റെ കിടത്തം, പുന്നാര ഹബീബിന്റെ ഉറക്കം, പുന്നാര ഹബീബിന്റെ ഭക്ഷണ രീതി, പുന്നാര ഹബീബിന്റെ വെള്ളം കുടിക്കുന്ന രീതി, പുന്നാര ഹബീബിന്റെ സംസാര രീതി എല്ലാം നമുക്ക് മാതൃകയാക്കാൻ പറ്റുന്നതാ. ഇങ്ങനെ റസൂലുള്ളാഹി തങ്ങളെ അടിക്കടിക്ക് പിന്തുടരുന്നവരാരോ, മാതൃകയാക്കുന്നവരാരോ, അവരുടെ പേരാ മുത്തബിഉസ് സുന്ന. യഥാർത്ഥ സുന്നികൾ എന്ന് പറയുന്നത് അവരെയാ. റസൂലുള്ളാഹി തങ്ങളെ എങ്ങനെ നടന്നുവോ അതുപോലെ അവർ നടക്കാൻ ശ്രമിക്കും. റസൂലുള്ളാഹി തങ്ങളെ എങ്ങനെ ഭക്ഷണം കഴിച്ചുവോ അതുപോലെ ഭക്ഷണം കഴിക്കാൻ ശ്രമിക്കും. റസൂലുള്ളാഹി തങ്ങളെ എങ്ങനെ വെള്ളം കുടിച്ചുവോ അതുപോലെ വെള്ളം കുടിക്കാൻ ശ്രമിക്കും. റസൂലുള്ളാഹി തങ്ങളെ എങ്ങനെ സംസാരിച്ചുവോ അതുപോലെ സംസാരിക്കാൻ ശ്രമിക്കും. ഇങ്ങനെ റസൂലുള്ളാഹി തങ്ങളെ അടിക്കടിക്ക് ഫോളോ ചെയ്യുമ്പോ നാളെ അല്ലാഹുവിന്റെ ഹബീബ് വരും ശഫാഅത്തിനായി. നാളെ സ്വർഗ്ഗത്തിലേക്ക് നമ്മെ എത്തിക്കാൻ വരും ഹബീബുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ. റസൂലുള്ളാഹി തങ്ങൾ ഇങ്ങനെ അടിക്കടിക്ക് ഓരോ പ്രവൃത്തികളും ജീവിതത്തിൽ പിന്തുടരുന്നവരാരോ അവർ ഉറപ്പായിട്ട് രക്ഷപ്പെടും. തിരിഞ്ഞോ? അപ്പൊ റസൂലുള്ളാഹിന്റെ ലൈഫ് സ്റ്റൈൽ എങ്ങനെയാ അത് ആദ്യം നമ്മൾ പഠിക്കണം. എന്നാലല്ലേ നമുക്കത് പിന്തുടരാൻ പറ്റും. ഹബീബായ തങ്ങളുടെ ലൈഫ് സ്റ്റൈൽ പഠിച്ചാലല്ലേ നമുക്കത് പിന്തുടരാൻ പറ്റും. അപ്പൊ റസൂലുള്ളാഹിന്റെ ലൈഫ് സ്റ്റൈൽ എങ്ങനെയാ നമുക്ക് പഠിക്കാം? നമ്മളിപ്പോ ഏതെങ്കിലും ആക്ടേഴ്സിന്റെ, സെലിബ്രിറ്റിയുടെ ലൈഫ് സ്റ്റൈൽ എങ്ങനെയാണെന്ന് ഗൂഗിൾ സെർച്ച് ചെയ്ത അല്ലെങ്കിൽ യൂട്യൂബ് സെർച്ച് ചെയ്ത നമുക്ക് ആ സ്ക്രീനിൽ കൂടി കാണാൻ കഴിയും അവരുടെ ലൈഫ് സ്റ്റൈൽ, അവരുടെ ഹൈറ്റ്, അവരുടെ വെയിറ്റ്, അവരുടെ മുടി, അവരുടെ നിറം എല്ലാം അതിൽ കാണാൻ. അപ്പൊ റസൂലുള്ളാഹിന്റെ ഹൈറ്റ്, വെയിറ്റ്, നിറം, കണ്ണ്, പല്ല് ഇതൊക്കെ നമ്മൾ പഠിച്ചു. എന്റെ റസൂലുള്ളാഹി തങ്ങളുടെ ഹെയർ സ്റ്റൈലിലേക്ക് നമുക്ക് മക്കളെ ശ്രദ്ധിക്കണേ. അതുപോലെ ഹെയർ സ്റ്റൈൽ നമുക്ക് കൊണ്ടുനടക്കാൻ കഴിഞ്ഞാൽ ഇത് പറയുമ്പോ കുറെ ആള് ഇങ്ങനെയാക്കുന്നുണ്ട്, തൊപ്പി വലിച്ചിടുന്നുണ്ട്. ഇപ്പൊ ആരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കണ്ട, ഇങ്ങോട്ട് ശ്രദ്ധിച്ചാൽ മതി. ഇപ്പൊ ആരും പരസ്പരം നോക്കണ്ട, ഇങ്ങോട്ട് ശ്രദ്ധിച്ചാൽ മതി. അള്ളാന്റെ ഹബീബിന്റെ ഹെയർ സ്റ്റൈൽ എങ്ങനെയാണെന്നറിയോ? നിങ്ങളെ 3 രീതിയിലായിരുന്നു ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹെയർ സ്റ്റൈൽ കൊണ്ട് നടന്നു. ഇതല്ലാത്ത ഏതൊക്കെ രീതികളുണ്ടോ റസൂലുള്ളാഹി തങ്ങൾ വെറുത്തതാ. അവർ സ്വർഗത്തിന്റെ പരിമളം പോലും കാണില്ല. അള്ളാന്റെ റസൂലിന് വെറുപ്പുള്ള ഒരു കാര്യം ചെയ്തിട്ട് പുന്നാര ഹബീബിന്റെ സ്വർഗത്തിലേക്ക് എങ്ങനെയാ നമുക്ക് ചെന്നെത്താൻ കഴിയാൻ? അള്ളാന്റെ ഹബീബ് ഹെയർ സ്റ്റൈൽ കൊണ്ട് നടന്നത് 3 രീതിയിലാണ്. ഒന്നാമത്തെ രീതി ഏതെന്നറിയുമോ? അള്ളാന്റെ ഹബീബ് തലയിലെ മുടി മുഴുവനും വളർത്തിയിട്ട് പിരടിയിലേക്ക് വാരിയിടുന്ന ഒന്നാമത്തെ രീതി. രണ്ടാമത്തെ രീതി ഏതെന്നറിയുമോ? എല്ലാ ഭാഗങ്ങളും ഒരുപോലെ കട്ട് ചെയ്യുന്ന രീതി. മൂന്നാമത്തെ രീതി ഏതെന്നറിയുമോ? മഹാനായ അലി റളിയല്ലാഹു അൻഹു തലമുണ്ടനം ചെയ്തു വന്നപ്പോ, മൊട്ടയടിച്ചു വന്നപ്പോ അല്ലാഹുവിന്റെ ഹബീബ് അതിനെ പ്രോത്സാഹിപ്പിച്ചോ, പ്രേരിപ്പിച്ചോ, അതിന്റെ പ്രതിഫലമുണ്ടെന്ന് പഠിപ്പിച്ചോ. ഈ 3 രീതിയിലല്ലാത്ത ഏതെങ്കിലും രീതിയിൽ ഹെയർ സ്റ്റൈൽ കൊണ്ടു നടക്കുന്ന ചെറുപ്പക്കാരാ, നീ ആരെ ഫോളോ ചെയ്തുകൊണ്ടാണോ നിന്റെ ഹെയർ സ്റ്റൈൽ കൊണ്ട് നടക്കുന്നത്? അത് ഫുട്ബോൾ പ്ലെയർ ആവട്ടെ, ക്രിക്കറ്റ് പ്ലെയർ ആകട്ടെ, ഏതെങ്കിലും സിനിമ ആക്ടേഴ്സ് ആവട്ടെ, ഇവരെ കണ്ടുകൊണ്ടായിരിക്കല്ലോ നീ ഹെയർ സ്റ്റൈൽ കൊണ്ട് നടക്കുന്നത്. എന്റെ ചെറുപ്പക്കാരാ, അല്ലാഹുവിന്റെ ഹബീബിന്റെ സ്വർഗ്ഗം നീ സ്വപ്നം കാണണ്ട. പുന്നാര ഹബീബിനോട് നിന്റെ ഹൃദയത്തിന്റെ അകത്ത് ഒരു അരിമണി തൂക്കമെങ്കിലും സ്നേഹമുണ്ടെങ്കിൽ, മുഹബ്ബത്തുണ്ടെങ്കിൽ, ഇഷ്കുണ്ടെങ്കിൽ ഒരിക്കലും തന്നെ പുന്നാര ഹബീബിനെ ഇഷ്ടമില്ലാത്ത ഹെയർ സ്റ്റൈൽ കൊണ്ട് നടക്കാൻ നിനക്ക് കഴിയില്ല ചെറുപ്പക്കാരാ. ചെറിയ കുഞ്ഞു മക്കളെ അടക്കം ബാർബർ ഷോപ്പിൽ കൊണ്ടുപോയിട്ട് വാപ്പ പറഞ്ഞു കൊടുക്കുക, ഇതുപോലെ കട്ടി, ഇതുപോലെ മുറിച്ചു കൊടുക്കും, ഇതുപോലെ കട്ട് ചെയ്യും, ഇതുപോലെ വികൃതമാക്കും. സ്വന്തം വാപ്പ കുഞ്ഞു മക്കളെ ബാർബർ ഷോപ്പിൽ കൊണ്ടുപോയിട്ട് പറയുമ്പോ ആ വാപ്പയെ കുറിച്ച് പുന്നാര ഹബീബ് പറഞ്ഞതെന്നറിയോ? ഏറ്റവും ശപിക്കപ്പെട്ട ദയ്യൂസ് എന്ന പേരുള്ള ശപിക്കപ്പെട്ടവനാണ് ആ വാപ്പ. ഈ മക്കൾ നാളെ പറയും മഹ്ശറയിൽ നിന്നും, അല്ലാഹുവേ
എന്തൊരു ചൂടാ! ഒരു ചാൺമീത സൂര്യൻ കത്തിച്ചൊലിക്കുന്നു. അടിഭാഗത്ത് കാല് പൊള്ളിയിട്ട് വെക്കാൻ പറ്റുന്നില്ല. അത്രയും ശക്തിയേറിയ ചൂടാണല്ലോ റബ്ബേ. അതുകൊണ്ട് അല്ലാഹ്, എന്റെ വാപ്പയാണ് റബ്ബേ, എന്റെ ഉമ്മയാണ് റബ്ബേ എന്നെ ഈ കോലത്തിലാക്കിയത്. അവരെ പിടിച്ച് മലർത്തി കിടത്ത് റബ്ബേ, അവരുടെ മുകളിൽ നിന്നെങ്കിലും ഞാൻ അല്പം ആശ്വാസം കൊള്ളട്ടെ എന്ന് ഹറാം പഠിപ്പിച്ച വാപ്പയുടെ മക്കൾ നാളെ വിളിച്ചു പറയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഏതെങ്കിലും ആക്ടേഴ്സ് ഏതെങ്കിലും ഒരു സെലിബ്രിറ്റി മോഡലാക്കി മുടി കട്ട് ചെയ്ത് ഇങ്ങനെ പ്രദർശിപ്പിക്കുമ്പോ ഇത് തന്നെയാണ് ദുനിയാവെന്ന് വിചാരിച്ചിട്ടല്ലേ, ഇത് തന്നെയാണ് ഏറ്റവും രസമുള്ള മോഡൽ എന്ന് ചിന്തിച്ചിട്ടല്ലേ പലരും അതിന്റെ പുറകെ ഇങ്ങനെ ഓടുന്നത്. പലരും അതിന്റെ പുറകെ ഇങ്ങനെ ഓടുന്നതിന് വേണ്ടിയിട്ടല്ലേ. നമ്മുടെ നാട്ടിലൊരു ചെറുപ്പക്കാരൻ ഉണ്ടായിരുന്നു. ആ ചെറുപ്പക്കാരൻ ഉസ്താദുമാരൊക്കെ കാണുമ്പോ കരയും. എന്തിനാണെന്നറിയോ? ദുആ ചെയ്യണേ, എന്റെ അസുഖം ഒന്ന് ശിഫയായി കിട്ടാൻ. ആ ചെറുപ്പക്കാരന്റെ പ്രശ്നം എന്താണെന്നറിയോ? ആ ചെറുപ്പക്കാരൻ തലമുടിയിൽ കാണിക്കാത്ത കോപ്രായിത്തരങ്ങളൊന്നുമില്ല. ഏതൊക്കെ മോഡൽ അപ്ഡേറ്റ് ആയി കിട്ടുന്നോ അതുപോലെ ഹെയർ സ്റ്റൈൽ കൊണ്ടിങ്ങനെ നടക്കും. ഇന്ന് ആ ചെറുപ്പക്കാരന്റെ തലക്ക് ക്യാൻസറാണ്. തലയിൽ ഒരു രോമം പോലും വളരുന്നില്ല. ആ ചെറുപ്പക്കാരൻ ഇങ്ങനെ വീട്ടിന്റെ അകത്ത് ഇങ്ങനെ കരയാ, എങ്ങനെയെങ്കിലും എന്റെ അസുഖം സുഖമായി കിട്ടണേ എന്ന് ദുആ ചെയ്യാൻ. പടച്ചോൻ വിചാരിച്ചാൽ എല്ലാ അഹങ്കാരവും എല്ലാ ധിക്കാരവും തരിപ്പണമാകാൻ സെക്കൻഡുകൾ മതി. മുഅ്മിനീങ്ങളെ, കുറച്ച് സുഖവും ആഡംബരമൊക്കെ കിട്ടുമ്പോ ദുനിയാവിന്റെ പളപളപ്പിൽ ഇങ്ങനെ നീ ആറാടുമ്പോ അള്ളാനെ മറന്നുകൊണ്ട് ജീവിക്കുമ്പോ ഒരു ദിവസം മാരകമായ അസുഖത്തിന് അടിമയാണ് എന്ന് നീ തിരിച്ചറിഞ്ഞാൽ എല്ലാ അഹങ്കാരം അവിടെ തീരില്ലേ? എല്ലാ അഹങ്കാരം അവിടെ അസ്തമിക്കില്ലേ? അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, നമ്മുടെ ഹെയർ സ്റ്റൈൽ ഒരിക്കലും തന്നെ ഹബീബനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത രീതിയിലേക്ക് നീങ്ങിപ്പോവല്ലേ. പുന്നാര ഹബീബ് പഠിപ്പിച്ച ഹെയർ സ്റ്റൈൽ, ആ ഹെയർ സ്റ്റൈലിന്റെ മുകളിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ രീതി എങ്ങനെയെന്നറിയുമോ? എപ്പോഴും തലപ്പാവ് ധരിച്ചിട്ടായിരുന്നു ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാറുണ്ടായിരുന്നത്. നല്ല കറുത്ത മുടി, ആ കറുത്ത മുടിയുടെ മുകളിൽ കുളിച്ചതിന് ശേഷം അല്പം വെളിച്ചെണ്ണ പുരട്ടിയിട്ട് ആ തലമുടി പിരടിയിലേക്ക് വാരിയിട്ട് അതിന്റെ മുകളിൽ അല്ലാഹുവിന്റെ ഹബീബ് തലപ്പാവ് ധരിക്കും. എന്തൊരു രസമാ ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആ തലപ്പാവ് ധരിച്ചു കഴിഞ്ഞാൽ കാണാൻ. അങ്ങനെ റസൂലുള്ളാഹി ജനങ്ങളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാറുണ്ട്. തലപ്പാവ് ധരിക്കും റസൂലുള്ളാഹി തങ്ങള്. പണ്ഡിതന്മാരൊക്കെ ഇന്നും ജനങ്ങളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുമ്പോ തലയിൽ തൊപ്പിയോ തലപ്പാവോ ഇല്ലാതെ പ്രത്യക്ഷപ്പെടില്ല. ചില ആലിമീങ്ങൾ ഇവിടെ സൂക്ഷ്മതയാ. നമ്മുടെ ഉസ്താദുണ്ട്, നന്ദി ദാറുസ്സലാം ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയുടെ പ്രിൻസിപ്പൽ മഹാനായ മൂസക്കുട്ടി ഹസ്രത്ത്, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കേന്ദ്ര മുശാവറ മെമ്പർ മഹാനായ മൂസക്കുട്ടി ഉസ്താദിനെ ഇതുവരെ ഞങ്ങൾ ആരും തലയിൽ തൊപ്പിയരിക്കാതെ തലപ്പാവില്ലാതെ ഷാളില്ലാതെ പുറത്ത് കണ്ടിട്ടില്ല. ശിഷ്യന്മാരായി പഠിക്കുന്ന നമ്മളൊക്കെ ചിലപ്പോ ശക്തമായി ചൂട് വന്ന ജലന്തണ്ടായി പോകും, തൊപ്പി അയച്ച് താഴെ വെക്കും, തലപ്പാവ് അയച്ച് താഴെ വെക്കും. മഹാനായ മൂസക്കുട്ടി ഹസ്രത്ത് ഉസ്താദിനെ ഇതുവരെ ഒരാളും തലയിൽ തൊപ്പിയോ ഷാളോ ഇല്ലാതെ പുറത്ത് കണ്ടിട്ടില്ല. ഉസ്താദിന്റെ റൂമിൽ എന്തെങ്കിലും ആവശ്യത്തിന് പോയി നിങ്ങൾ മുട്ടിയാൽ മഹാനായ ഉസ്താദുകൾ അതിന്റെ അകത്ത് ഒരു പക്ഷേ മാറ്റി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിരിക്കുന്നതായിരിക്കും. ഉസ്താദിന്റെ ശരീരത്തിൽ ബനിയനായിരിക്കും, ലുങ്കി ആയിരിക്കും. ഉസ്താദ് വാതിൽ തുറക്കണമെങ്കിൽ ഉസ്താദിന്റെ തലയിൽ തൊപ്പി വെച്ച് ആ ഷാള് പൊതിച്ചിട്ട് ഉസ്താദ് പുറത്തേക്ക് ഇറങ്ങും. അതൊക്കെ അവരുടെ സൂക്ഷ്മതയാണ്. ആ ഒരു സമയത്ത് പോലും സുന്നത്തില്ലാതെ എന്റെ തലപ്പാവ് മാറിപ്പോവല്ലേ എന്ന് ചിന്തിച്ചത് കൊണ്ടാവാം അല്ലേ മഹാനായ അത്തിപ്പറ്റ ഉസ്താദൊക്കെ എപ്പോഴും റസൂലുള്ളാഹിന്റെ സുന്നത്തുകൾ ഏതൊക്കെയുണ്ടോ അതൊക്കെ അടിക്കടി പിന്തുടരുന്ന മഹാനായിരുന്നു. ആര്? മഹാനായ അത്തിപ്പറ്റ ഉസ്താദ്. മാരകമായ ക്യാൻസർ രോഗത്തിന് ഉസ്താദ് അടിമയാണെന്നറിഞ്ഞു. ഡോക്ടർമാർ പറഞ്ഞു സർജറി ചെയ്യണം, ശരീരത്തിലെ എല്ലാ രോമങ്ങളും ക്ലീൻ ചെയ്യണം സർജറിക്ക് വേണ്ടി. മഹാനായ അത്തിപ്പറ്റ ഉസ്താദ് എവിടുന്ന് പറഞ്ഞു,
എന്റെ താടി രോമം ക്ലീൻ ചെയ്യരുത്. റസൂലുള്ളാഹിന്റെ സുന്നത്താണ്. ആ താടി രോമം ക്ലീൻ ചെയ്ത സമയത്ത് എന്റെ റൂഹിനെ അല്ലാഹു പിടിച്ച പുന്നാര ഹബീബിന്റെ സുന്നത്തില്ലാത്ത സമയത്ത് ഞാൻ മരിച്ചു പോവുകേ. അത്രയും സൂക്ഷ്മത പാലിച്ച് റസൂലുള്ളാഹിന്റെ എല്ലാ സുന്നത്തുകളും പിന്തുടർന്ന് ജീവിച്ച യഥാർത്ഥ മുത്തബി മഹാനായ അത്തിപ്പറ്റ മുഹ്യിദ്ദീൻ കുട്ടി മുസ്ലിയാർ. അങ്ങനെ അവസാനം ഡോക്ടർമാർ നിർബന്ധിച്ചു, ഒരു ഭാഗം മാത്രം ക്ലീൻ ചെയ്യാൻ പറഞ്ഞു. അതിന്റെ തൊണ്ടക്കായിരുന്നു ക്യാൻസർ ഉണ്ടായത്. സർജറി ചെയ്യണമെങ്കിൽ ആ ഭാഗം നിർബന്ധമായും നീക്കം ചെയ്യണം. അപ്പുറത്തെ ഭാഗം മഹാനായ അത്തിപ്പറ്റ ഉസ്താദ് ക്ലീൻ ചെയ്യാൻ വിട്ടില്ല, ഷേവ് ചെയ്യാൻ പറ്റില്ല. സർജറി കഴിഞ്ഞു, ഉസ്താദിന്റെ വഫാത്ത് വരെ ആ ക്ലീൻ ചെയ്ത രോമം തിരിച്ചു വന്നിട്ടില്ല. മറ്റൊരു ഭാഗത്ത് മാത്രമായിരുന്നു താടി ഉണ്ടായിരുന്നത്. മഹാനായ അത്തിപ്പറ്റ ഉസ്താദ് ക്യാൻസർ രോഗത്തിന് അടിമപ്പെട്ട് വായിൽ നിന്ന് രക്തം തുപ്പുന്ന സമയത്ത് പോലും നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണേ, അല്ലാഹുവിനെ സൂക്ഷിക്കണേ എന്ന തഖ്വയുടെ ഉപദേശമായിരുന്നു അവിടെ എത്തുന്നവർക്കൊക്കെ നൽകിയത്. അങ്ങനെ സുന്നത്തുകളെ അത്രയും സൂക്ഷിക്കുന്ന എത്രയോ മഹാന്മാർ കേരളത്തിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്, ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട്. നമുക്ക് ഈ ആരോഗ്യവും ഈ ആഫിയത്തും ഒക്കെ കിട്ടിയിട്ട് എന്തേ പുന്നാര ഹബീബിന്റെ ഒരു സുന്നത്തായ തലയിൽ ഒരു തൊപ്പിയെങ്കിലും പോട്ടെ, ഒരു ടവലെങ്കിലും കെട്ടിയിട്ട് നടക്കാൻ കഴിയാതായി പോകുന്നത്? അവിടെയൊക്കെ എന്താ ഔട്ട് ഓഫ് ഫാഷനാണുള്ളത്? എന്ത് കുറവുകളാ അവിടെയൊക്കെ ഉണ്ടായത്? ഒരു തൊപ്പി ധരിച്ചാൽ കിട്ടൂലേ പുന്നാര ഹബീബിന്റെ സുന്നത്ത്? കെട്ടിന്റെ സുന്നത്തുണ്ട് തൊപ്പിയിലെന്ന് ബിഅത്ത് മൂന്നാം വാല്യമിൽ പറയുന്നു. ഉണ്ടായിരുന്നു നബിക്ക് തൊപ്പികൾ 3, അത് 3 സൈസിൽ ഉള്ളതായി പറയുന്നു. നമുക്കുള്ള വേഷവിധാനമിൽ നബിയല്ലേ വർദ്ധിച്ച മാതൃക എന്നതും മറക്കല്ലേ. യാ റബ്ബി മുസ്ലിം വേഷമിൽ സംതൃപ്തി താ, അനുകരണവും അതിനോട് തന്നോപ്പിച്ച് താ. അല്ലാഹുവിന്റെ ഹബീബിന് 3 തൊപ്പികളുണ്ടായിരുന്നു. ചിന്തിക്കാം. ഒരുപാട് ആയിരക്കണക്കിന് 10,000-കണക്കിന് രൂപ ചെലവഴിച്ചിട്ട് നമ്മള് ഡ്രസ്സുകൾ വാങ്ങുമ്പോ ആ ഡ്രസ്സിന്റെ അകത്ത് ഒരു 3 തൊപ്പിയെങ്കിലും നമുക്ക് എപ്പോഴും ഉപയോഗിക്കാൻ വാങ്ങി വെച്ചാൽ അത് പലപ്പോഴും ധരിക്കുമ്പോൾ റസൂലുള്ളാഹിന്റെ സുന്നത്തല്ലേ നമുക്ക് കിട്ടുന്നത്? ഞാൻ ആത്മാർത്ഥമായി ചോദിക്കട്ടെ, സ്വന്തമായിട്ട് ഈ സദസ്സിൽ ഒരു തൊപ്പിയുള്ളവരെന്ന് കൈയുയർത്തി, ഒരു തൊപ്പിയെങ്കിലും ഉള്ളവർ? ഇങ്ങനെ സ്വന്തമായിട്ട് തൊപ്പി, പള്ളിയിൽ പോയിട്ട് നിസ്കരിക്കുന്ന സമയത്ത് പള്ളിയിലെ തൊപ്പി എടുത്ത് പുരക്കേ കൊണ്ടുപോയിട്ട് സ്വന്തം തൊപ്പിയാക്കിയവരെ കുറിച്ചല്ല പറയുന്നത് കേട്ടോ. അങ്ങനെ ചില ആളുണ്ടാവും, പള്ളിയിലെ തൊപ്പിയല്ലോണം സ്വന്തം തൊപ്പിയാ. കാരണം എന്താ? നിസ്കരിക്കാൻ പോകുമ്പോ എനിക്ക് തൊപ്പിയുടെ ഓർമ്മയുണ്ടാവും, നിസ്കരിച്ചിട്ട് പോകുമ്പോ തൊപ്പിയുടെ ഓർമ്മയുണ്ടാവും, എടുത്ത് വീട്ടിലേക്ക് പോകും, പിന്നെ എന്റെ വീട്ടിലെ സ്വന്തം തൊപ്പിയാ, വീട്ടിൽ നിസ്കരിക്കുമ്പോഴേക്ക് തൊപ്പി. അങ്ങനെയുള്ള ആളെ കുറിച്ചല്ല പറയുന്നത്. പൈസ കൊടുത്തിട്ട് സ്വന്തമായി തൊപ്പി ആരെങ്കിലും വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവൻ എപ്പോഴെങ്കിലും അത് ധരിക്കൂലേ? ആ തൊപ്പിനെ കുറിച്ച് എനിക്കൊരു ബോധം ഉണ്ടാവും. ആരാന്റെ തൊപ്പി എടുത്ത് സ്വന്തം തൊപ്പിയൊക്കെ എടുക്കാനും ഓർമ്മ ഉണ്ടാവില്ല, ധരിക്കാനും ഓർമ്മ ഉണ്ടാവില്ല. അപ്പൊ സ്വന്തമായിട്ടൊരു 3 തൊപ്പിയെങ്കിലും വാങ്ങാം. റസൂലുള്ളാഹിന്റെ മാതൃകയാണ്. ഉണ്ടായിരുന്നു നബിക്ക് തൊപ്പികൾ 3, അത് 3 സൈസിൽ ഉള്ളതായി പറയുന്നു. റസൂലുള്ളാഹിക്ക് എത്ര തൊപ്പികൾ ഉണ്ടായിരുന്നു? 3 തൊപ്പികൾ ഉണ്ടായിരുന്നു. 3 ടൈപ്പിലുള്ളത്. ഒന്ന് വലിയ സൈസ്, ഒന്ന് ചെറിയ സൈസ്, ഒന്ന് ടൈറ്റ്, അങ്ങനെയുള്ള സൈസ് അല്ല. 3 ടൈപ്പിലുള്ള സാധനം. ഒന്ന് ഒമാനിയാണെങ്കിൽ ഒന്ന് ഇതേപോലെ തോട്ടത്തൊപ്പിയായിരിക്കും അല്ലേ? അങ്ങനെ 3 ടൈപ്പിലുള്ള തൊപ്പികൾ റസൂൽ ഉപയോഗിച്ചിരുന്നു.
അപ്പൊ നമ്മള് ഡ്രസ്സ് ഹജ്ജ് പെരുന്നാൾ ഡ്രസ്സ് വാങ്ങാൻ പോവല്ലോ. അപ്പൊ എന്താവാ, ഒരു 3 തൊപ്പി ഇൻഷാ അല്ലാഹ് വാങ്ങൂലേ? എന്തിന്? റസൂലുള്ളാഹിക്ക് 3 തൊപ്പി ഉണ്ടായിരുന്നു. അതുപോലെ ഇൻഷാ അല്ലാഹ് എന്റെ ജീവിതത്തിൽ എന്നെ ഡ്രസ്സായിട്ട് എന്ത് കയറി വരണം? 3 തൊപ്പി എങ്ങനെ കയറി വരണം? അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അങ്ങനെ എപ്പോഴും തലയിൽ തൊപ്പി ധരിച്ചുകൊണ്ട് നടക്കുന്നവരെ, അവർക്ക് തലയിൽ തലപ്പാവ് കിട്ടിയതിന്റെ പ്രതിഫലം പോലെ പ്രതിഫലം കിട്ടുമെന്ന് ബിഇയ്യത്ത് 3-ാം വാള്യമിൽ നോക്കിയാൽ കാണുമെന്ന് മഹാനവറുകൾ പഠിപ്പിക്കുകയാണ്. തലപ്പാവിന്റെ പകരം തൊപ്പി ധരിച്ചാലും തലപ്പാവിനോളം പ്രതിഫലം കിട്ടും. അത്രയും പ്രതിഫലം ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഇങ്ങനെ കിട്ടുമ്പോ എത്രയെത്ര സുന്നത്തുകളാ അവരുടെ ജീവിതത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, അല്ലാഹുവിന്റെ ഹബീബിന്റെ പൊരുത്തപ്പെടുന്ന രീതിയിലാകണം നമ്മുടെ തല. അല്ലാഹുവിന്റെ ഹബീബിന്റെ പൊരുത്തപ്പെടുന്ന രീതിയിലാകണമെങ്കിൽ തലയിലുള്ള ഹെയർ സ്റ്റൈൽ റസൂലുള്ളാഹി ഇഷ്ടപ്പെടുന്ന ഹെയർ സ്റ്റൈൽ ആകണം. പുന്നാര ഹബീബ് ഇഷ്ടപ്പെടുന്ന തൊപ്പി തലയിൽ എപ്പോഴും കാണാൻ കഴിയണം. എന്നാൽ ഇൻഷാ അല്ലാഹ് ഹബീബിന്റെ ശഫാഅത്ത് നമുക്ക് നാളെ കിട്ടും. അല്ലാഹുവേ നീ തൗഫീഖ് ചെയ്യണേ അല്ലാഹ്. മദ്രസ തുറന്നിട്ട് എനിക്ക് തോന്നുന്നു ഉസ്താദുമാർ ഏറ്റവും കൂടുതൽ രക്ഷിതാക്കളുമായിട്ട് കുഴപ്പത്തിലാകുന്ന വിഷയം എന്തായിരിക്കും? ഹെയർ സ്റ്റൈൽ ആയിരിക്കും അല്ലേ? അപ്പോ ഉസ്താദ് പറയും എല്ലാവരും മുടി നേരെയാക്കി മുറിച്ച് വരണം, അങ്ങനെ ഇങ്ങനൊന്നും മുടി കട്ട് ചെയ്യാൻ പാടില്ല, ഇതൊക്കെ പറയും. എന്നിട്ടോ ചില കുറച്ച് വലിയ ക്ലാസ്സിലെത്തിയ മുതിർന്ന കുട്ടികൾ എന്ന് ചിന്തിക്കുന്ന ടീനേജ് പ്രായത്തിലുള്ള മക്കളുണ്ടാവും. ടീനേജ് പ്രായം എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? ടീൻ 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 എന്ന് തുടങ്ങുന്നത് എവിടുന്നാണോ അവസാനിക്കുന്നത് എവിടെയാണോ ആ പ്രായത്തിലുള്ള മക്കൾക്കാണ് ടീനേജ് പ്രായം എന്ന് പറയുന്നത്. എന്നെ മക്കളെ 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 ഈ ടീൻ പോകുന്നണ്ട. ഈ ടീനെ ശരിക്കും ശ്രദ്ധിക്കണം. ഈ പ്രായമാണ് ഏറ്റവും കൂടുതൽ മക്കൾ വഴിപിഴക്കാൻ സാധ്യതയുള്ള പ്രായം. അതുകൊണ്ടാണ് ആ പ്രായത്തിന് ടീൻ ഏജ് എന്ന് പറയുന്നത്. തിരിഞ്ഞോ? അപ്പൊ ഈ ടീനിലേക്ക് കയറുമ്പോ ചില മക്കൾക്ക് മനസ്സിനുള്ളിൽ ഞാൻ വലുതാളായി എന്നുള്ള അഹങ്കാരം വരാൻ. അപ്പൊ ഉസ്താദുമാർ മുടി വെട്ടിയിട്ട് വരണം എന്ന് പറഞ്ഞാൽ കേൾക്കൂല. ആണെങ്കിൽ കയറ്റിയ മതി, മറിച്ച് അല്ലെങ്കിൽ പുറത്തായിക്കോട്ടെ. നമുക്ക് പുറത്തേക്കല്ല ഏറ്റവും സൗകര്യം അല്ലേ? നമുക്ക് പുറത്തേക്കലാണ്. നമ്മളൊക്കെ കോളേജിൽ പഠിക്കുമ്പോ ഇങ്ങനെ എപ്പോഴും പുറത്ത് നിൽക്കാനായിട്ട് എന്തെങ്കിലും കുരുത്തക്കേട് കാട്ടി വരുന്ന ചില കുട്ടികളുണ്ടായിരുന്നു. നമ്മളൊക്കെ BA കോളേജിൽ പോയി പഠിക്കുന്ന സമയത്ത് പുറത്ത് നിൽക്കാനായിട്ട് എന്തെങ്കിലും കുരുത്തക്കേട് എപ്പോഴും ഒപ്പിച്ചു വരും. അവർക്ക് ക്ലാസ്സിൽ ഇരിക്കുന്നതിനെക്കാട്ട് ഇഷ്ടം എന്താണ്? പുറത്ത് നിൽക്കണം. അപ്പൊ അങ്ങനെ ഇപ്പൊ മദ്രസയോടൊക്കെ ധിക്കാരം ചെയ്യുന്ന എത്രയോ മക്കളുണ്ടാകും. അപ്പൊ രക്ഷിതാക്കൾ അവർക്ക് സപ്പോർട്ടാ. ഇനി ആ കുട്ടിയെ പിടിച്ച് പുറത്തിട്ട പിറ്റേന്ന് രക്ഷിതാവ് വരും. ചെറിയ കുട്ടികളല്ലേ ഉസ്താദേ, അവരുടെ പ്രായം അങ്ങനെയല്ലേ ഉസ്താദേ, അപ്പൊ കുറച്ചൊരു അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ ചെയ്തുകൂടെ ഉസ്താദേ? അവർ സ്കൂളിലും കോളേജിലൊക്കെ പഠിക്കുന്നതല്ലേ, അപ്പൊ അവിടത്തേക്കൊക്കെ എങ്ങനെയാ ഒരു കുറച്ചിലല്ലേ ഇങ്ങനെയൊക്കെ മുടിയൊക്കെ വെട്ടിയിട്ട് പോകലേ? അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. പിന്നെന്തിനാ മദ്രസയിൽ അയക്കുന്നത്? നന്നാകണമെന്ന ആഗ്രഹമുള്ളത് കൊണ്ടല്ലേ ദീനീബോധം മക്കൾക്ക് നൽകുന്നത്. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രീതിക്ക് യോജിച്ചതല്ല മോശമായ രീതിയിലുള്ള ഹെയർ സ്റ്റൈൽ. ഏതെങ്കിലും ഫുട്ബോൾ പ്ലെയറോ ക്രിക്കറ്റ് പ്ലെയറോ സിനിമ ആക്ടറോ ഏതെങ്കിലും ബ്ലോഗർമാരോ കാണിച്ചു തരുന്ന ഹെയർ സ്റ്റൈൽ ഉണ്ടല്ലോ, ആ ഹെയർ സ്റ്റൈൽ റസൂലുള്ളാഹി തങ്ങളുടെ ഹെയർ സ്റ്റൈലിന് യോജിച്ചതല്ല. പുന്നാര ഹബീബിന് യോജിച്ച ഹെയർ സ്റ്റൈൽ ആകണം നമ്മുടെ തലമുടി. അതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഇഷ്ടപ്പെടുന്ന റസൂലുള്ളാഹിക്ക് തൃപ്തി ഉണ്ടാകുന്ന ഡ്രസ് കോഡ് ആയിരിക്കണം നമ്മുടെ ഡ്രസ് കോഡ്. ഡ്രസ് കോഡ് പുരുഷന്മാർ മുട്ടുപൊക്കിളിന്റെ ഇടയിൽ മറയുന്നതായ ഡ്രസ് കോഡായിരിക്കണം പുരുഷന്മാരുടെ, ആൺകുട്ടികളുടെ ഡ്രസ് കോഡ്. മുമ്പൊക്കെ സ്ത്രീകളുടെ ഔറത്തിനെ കുറിച്ച് മാത്രമേ പറയേണ്ടതുള്ളൂ. കാരണം പലപ്പോഴും ഔറത്ത് വെളിവാക്കി നടന്നു പോകുന്നവരായിരിക്കാം. എന്നാൽ ഈ ജനറേഷനിൽ പെൺകുട്ടികളെ എത്രത്തോളം ഔറത്തിനെ കുറിച്ച് ബോധവൽക്കരിക്കുന്നുവോ അതുപോലെ തന്നെ ആൺകുട്ടികളോടും ഔറത്തിനെ കുറിച്ച് ബോധവൽക്കരിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ്. കാരണം
കാരണം എന്തേ? പുതിയ ട്രെൻഡാണ് ആൺകുട്ടികൾ ഔറത്ത് വെളിവാക്കി നടക്കുക എന്നുള്ളത്. പുതിയ ട്രെൻഡായി മാറിപ്പോയി. ബൈക്കിൽ കൂടി യാത്ര ചെയ്യുമ്പോ മുട്ടുപൊക്കിളിന്റെ ഇടയിലുള്ള സ്ഥലം വെളിവാക്കിയിട്ടാ യാത്ര ചെയ്യുന്നത്. ഗ്രൗണ്ടിൽ കളിക്കുമ്പോ മുട്ടുപൊക്കിളിന്റെ ഇടയിലുള്ള ഭാഗം വെളിവാക്കിയിട്ടാ ഗ്രൗണ്ടിൽ കളിക്കുന്നത്. എന്തിനേറെ പറയണം, പള്ളിയിലേക്ക് കടന്നു വരുമ്പോൾ പോലും ചില ആൺകുട്ടികളുടെ ഡ്രസ്സിന്റെ പാന്റിന്റെ തുടഭാഗത്ത് നോക്കിയാൽ അതൊക്കെ മോഡലായി കീറിപ്പറിഞ്ഞ പാന്റാണോ എന്ന് തോന്നിപ്പോകുന്ന രീതിയിൽ മോഡലിന്റെ പിന്നാലെ പോകുന്ന ആൺകുട്ടികളായി മാറിയിരിക്കുന്നു. എന്റെ പ്രിയപ്പെട്ട ആൺകുട്ടികളെ, ഔറത്ത് വെളിവാക്കുന്ന പെൺകുട്ടികളെ, ഒരിക്കലും തന്നെ ഔറത്ത് വെളിവാക്കുന്നവർക്ക് സ്വർഗത്തിന്റെ പരിമളം പോലും ലഭിക്കുകയില്ല. എന്തേ കാരണം? മഹാനായ ആദം നബി അലൈഹിസ്സലാമും ഹവ്വാ ബീവിയും സ്വർഗത്തിൽ നിന്ന് പുറത്തു വരാനുള്ള കാരണം തന്നെ പഴം ഭക്ഷിച്ചു എന്ന് നമ്മൾ പറയും. പഴം ഭക്ഷിച്ചപ്പോ അവർക്ക് മലമൂത്ര വിസർജനം നടത്തേണ്ട ആവശ്യം വന്നുപോയി. ഒരിക്കലും തന്നെ സ്വർഗം മലമൂത്ര വിസർജനം നടത്തുന്ന ആവശ്യം സ്വീകരിക്കുകയില്ല. എന്തേ കാരണം? സ്വർഗം ഒരാളുടെയും ഔറത്ത് കാണാൻ ആഗ്രഹിക്കുകയില്ല. മലമൂത്ര വിസർജനം സ്വർഗത്തിൽ നടത്തുമ്പോ ആദം നബിയുടെയും ഹവ്വാ ബീവിയുടെയും ഔറത്ത് സ്വർഗം കാണേണ്ടി വരും. അത് സ്വർഗത്തിന്റെ പ്രകൃതിക്ക് യോജിച്ചതല്ല. അങ്ങനെയാ അവർ സ്വർഗത്തിൽ നിന്നും പുറത്തേക്ക് വന്നത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ചെറുപ്പക്കാരികളെ, ഔറത്ത് വെളിവാക്കിയിട്ട് ഈ ഭൂമുഖത്ത് നീ ആടിയും പാടിയും ആസ്വദിച്ച് ജീവിക്കുമെങ്കിൽ എന്റെ പ്രിയപ്പെട്ട ന്യൂ ജനറേഷൻ തലമുറയെ സ്വർഗത്തിന്റെ പരിമളം പോലും കിട്ടുമെന്ന് പ്രതീക്ഷിക്കേണ്ടതില്ല. അതുകൊണ്ട് ആൺകുട്ടികളെ എന്ന പുരുഷന്മാരുടെ ഔറത്ത് പൂർണ്ണമായി മറക്കുന്ന രീതിയിലായിരിക്കണം വസ്ത്രധാരണ. പെൺകുട്ടികളോ സ്ത്രീകളുടെ ഔറത്ത് പഠിക്കണം. അന്യപുരുഷന്മാരുടെ ഇടയിൽ ഒരു പെണ്ണിന്റെ ഔറത്ത് എന്ന് പറഞ്ഞാൽ അവളുടെ തലമുടി മുതൽ കാൽപാദം വരെ ശരീരത്തിൽ ഏതൊക്കെ രോമങ്ങളുണ്ടോ, തൊലികളുണ്ടോ, അവയവങ്ങളുണ്ടോ, ഇതൊക്കെ പൂർണ്ണമായി മറക്കലാ പെങ്ങളെ നിന്റെ ഔറത്ത്. ഇത് വെളിവാക്കിയിട്ട് ദുനിയാവിന്റെ പളപളപ്പിൽ നീ ആറാടി ജീവിച്ചുവെങ്കിൽ സ്വർഗത്തിന്റെ പരിമളം നീ കൊതിക്കേണ്ടതില്ല. അതുകൊണ്ട് റസൂലുള്ളാഹിയിൽ നിന്നും പഠിക്കുക. ഒരു ആണിന്റെ ഔറത്ത് എന്താ, ഒരു പെണ്ണിന്റെ ഔറത്ത് ഏതാ, എങ്ങനെയായിരിക്കണം വസ്ത്രധാരണ രീതി എന്നുള്ളത്. അങ്ങനെ റസൂലുള്ളാഹിക്ക് ഇഷ്ടപ്പെടുന്ന തൃപ്തിപ്പെടുന്ന വസ്ത്രധാരണ രീതിയാവട്ടെ നമ്മുടെ ജീവിതത്തിലെ വസ്ത്രധാരണ രീതി. എന്നാലേ അല്ലാഹുവിന്റെ ഹബീബിനെ കൊണ്ട് നമുക്ക് വിജയിക്കാൻ കഴിയൂ. അല്ലാഹുവേ നീ തൗഫീഖ് ചെയ്യണേ അല്ലാഹ്. ഔറത്ത് റസൂലുള്ളാഹി തങ്ങളെ പഠിപ്പിച്ചതാ മാബൈന സുറത്തി വറുകുബ, മുട്ടുപൊക്കിളിന്റെ ഇടയിലുള്ള ആ ആണിന്റെ പുരുഷന്റെ ശരീരത്തിലുള്ള അവയവങ്ങളൊക്കെ പൂർണ്ണമായും മറഞ്ഞിരിക്കണം. ടൗസറും ബനിയനും ഇട്ടിട്ട് ബൈക്കിൽ കൂടി യാത്ര ചെയ്യുമ്പോ തൊട വെളിവായി പോകുന്നുവെങ്കിൽ ഔറത്ത് പൂർത്തിയായില്ലല്ലോ അല്ലേ? ടൗസർ ഇട്ടിട്ട് ഗ്രൗണ്ടിൽ കളിക്കുമ്പോ ഔറത്ത് പൂർണ്ണമാകുന്നില്ലല്ലോ. അതൊക്കെ മറക്കാൻ ഒരുപാട് സൗകര്യങ്ങളുണ്ട്. ടൗസർ ഇട്ടിട്ട് കളിച്ചാലും ആ ശരീരത്തിന്റെ ഭാഗങ്ങൾ മറക്കാൻ എന്തൊക്കെ വഴികളുണ്ട് അല്ലേ? പ്രത്യേകമായിട്ടുള്ള കവറുകളും ഇതൊക്കെ മാർക്കറ്റിൽ സുലഭമാണ്. അപ്പോ എന്റെ ആരോഗ്യത്തിന് വേണ്ടി ഞാൻ കളിക്കുക. ആരോഗ്യമുണ്ടായാലാണല്ലോ ഇബാദത്തൊക്കെ ചെയ്യാൻ പറ്റുക. അപ്പൊ എന്റെ ആരോഗ്യത്തിന് വേണ്ടി ഞാൻ കളിക്കുകയാണ് റബ്ബേ. അവന്റെ കളിയും ഇബാദത്താണ്. പക്ഷെ ആ കളിക്കുള്ള പ്രതിഫലം കിട്ടണോ? ഔറത്ത് പൂർണ്ണമായും മറച്ചു കളിക്കാൻ പഠിക്കണം. അല്ലെങ്കിൽ ബിസ്മി കൂട്ടിയിട്ട് കള്ളു കുടിച്ച പോലെ പോലെ. സ്ത്രീകളാണെങ്കിൽ പെൺകുട്ടികളാണെങ്കിൽ പണ്ഡിതന്മാരൊക്കെ അഭിപ്രായപ്പെടുന്നത് ആ പെണ്ണിന്റെ ശരീരം മുഴുവനും ഔറത്താണ് എന്ന്. തലമുടി മുതൽ കാൽപാദം വരെ ആ പെൺകുട്ടിയുടെ ശരീരത്തിൽ ഏതൊക്കെ അവയവങ്ങളുണ്ടോ അതൊക്കെ മറക്കണം. ചില ആള് പറയും മുൻകൈ മറച്ചില്ലെങ്കിൽ എന്താ, മുഖം മറച്ചില്ലെങ്കിൽ എന്താ, അങ്ങനെയൊക്കെ ചോദിക്കുന്നവരുണ്ടാകും. ചില പണ്ഡിതന്മാരുടെ അഭിപ്രായം എങ്ങനെ ഉണ്ടാവാം. ഏതായാലും പരിപൂർണത എന്ന് പറഞ്ഞാൽ എന്താ? ശരീരം മുഴുവനും മറക്കുക. തലമുടി മുതൽ കാൽപാദം വരെ ഒരു പെണ്ണിന്റെ ശരീരത്തിൽ ഏതൊക്കെ രോമങ്ങളുണ്ടോ, തൊലികളുണ്ടോ, അവയവങ്ങളുണ്ടോ ഇതൊക്കെ മറയണം.
ഇപ്പോഴത്തെ പുതിയ സ്റ്റൈലാണ്. പെൺകുട്ടികളൊക്കെ പല ബിസിനസിന്റെയും പിന്നിലാണ്. മോഡേൺ ബിസിനസ്. പേരെന്താ? ഇസ്ലാമിക് കാലിഗ്രാഫി. എന്നിട്ട് ആ പെണ്ണ് എഴുതുകയാ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം. എന്നിട്ട് എന്റെ വീഡിയോ എടുത്തിട്ട് സ്റ്റാറ്റസ് വെക്കുക. ചില പുരുഷന്മാരെന്താ ചെയ്യാന്നറിയോ? ഓൾ എഴുതുന്ന അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം എന്നല്ല നോക്കുന്നത്, പിന്നെയോ അവരുടെ കൈക്ക് എത്ര സൗന്ദര്യമുണ്ട്. അങ്ങനെ കാലിഗ്രാഫി എഴുതിക്കോ, പക്ഷേ കൈക്ക് ഒരു കയ്യുറ ധരിച്ചു നീ എഴുതിക്കോ. എന്നിട്ട് കിട്ടുന്ന ബിസിനസ് മതി. നിന്റെ ശരീരം കാണിച്ചിട്ട് നീ ബിസിനസ് പെരുപ്പിക്കലാണ് നിന്റെ ഉദ്ദേശമെങ്കിൽ ആ സമ്പത്ത് കൊണ്ട് എന്ത് ബർക്കത്താ നിനക്ക് ലഭിക്കുക. അതിനു വേണ്ടിയിട്ട് കുറെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട്സ്. പല പെൺകുട്ടികൾക്കും ഇൻസ്റ്റഗ്രാം അക്കൗണ്ട്സാ. ഉമ്മ ശ്രദ്ധിച്ചോ, സൂക്ഷിച്ചോ. ഇൻസ്റ്റഗ്രാം അക്കൗണ്ട്സുകൾ നിങ്ങളുടെ മക്കൾക്കുണ്ടെങ്കിൽ 90% മക്കൾ മറ്റൊരു ട്രാക്കിലേക്ക് പോകാൻ സാധ്യത കൂടുതലാണ്. 90% തന്നെ പറയണം. ഏറ്റവും കൂടുതൽ പേഴ്സണൽ ചാറ്റിംഗിന് പ്രൈവസിയുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ഇൻസ്റ്റഗ്രാം പ്ലാറ്റ്ഫോം. പലരും ശ്രദ്ധിക്കില്ല. വാട്സപ്പ് ആകുമ്പോ പലരും കണ്ടുപോകും. ഫേസ്ബുക്ക് ആകുമ്പോ പബ്ലിക് പ്ലാറ്റ്ഫോമാണ്, പലരും അറിഞ്ഞു പോകും. പക്ഷേ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് എന്നുള്ളത് പ്രൈവസി ചാറ്റിംഗിന് ഏറ്റവും നല്ലൊരു പ്ലാറ്റ്ഫോമാണ്. ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഉള്ള മക്കളുണ്ടെങ്കിൽ ഇന്ന് തന്നെ വീട്ടിൽ പോയിട്ട് ആ മക്കളുടെ മൊബൈൽ ഫോൺ വാങ്ങി ആ മക്കളുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിലെ ചാറ്റ് ഹിസ്റ്ററികൾ എടുത്ത് പരിശോധിച്ച് നോക്കിക്കോ. പെൺകുട്ടികളാണെങ്കിൽ 90% അവിഹിത ബന്ധത്തിലേക്ക് എത്തിയിട്ടുണ്ടാകും. ഒരു സംശയവും വേണ്ട. 90% എത്തിയിട്ടുണ്ടാകും. അത്രയും പ്രൈവസിയാണ്. ആർക്കും ആരെ വേണമെങ്കിലും ചാറ്റ് ചെയ്യാം, എന്ത് വേണമെങ്കിലും ചോദിക്കാം. എനിക്ക് ഫോളോവേഴ്സ് കിട്ടിയാൽ മതി. ആദ്യം പോസിറ്റീവായിട്ടുള്ള മെസ്സേജ് വരും, പിന്നെ രഹസ്യമായി ആരും അറിയാതെ നമുക്കൊക്കെ അനുഭവ. കാരണം എന്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് പൂർണ്ണമായ രീതിയിൽ മാനേജ് ചെയ്യുന്ന എന്റെ ഒരു അഡ്മിനാ. അപ്പൊ അവനിങ്ങനെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചൊരു ഉസ്താദെ ഇന്ന അക്കൗണ്ടിൽ മെസ്സേജ് വന്നിട്ടുണ്ട്, ഇന്ന അക്കൗണ്ടിൽ മെസ്സേജ് വന്നിട്ടുണ്ട്. നോക്കുമ്പോഴാരാ? പെൺകുട്ടികൾ മെസ്സേജ് അയക്കുക. നമ്മൾ പേഴ്സണലായിട്ട് പെട്ടുപോകണ്ടെന്ന് വിചാരിച്ച് എന്റെ യൂസർ ഐഡിയും എന്റെ പാസ്വേഡൊക്കെ ഞാൻ എന്റെ അഡ്മിന് കൊടുത്തു. നീ മാനേജ് ചെയ്യണം. ഞാനും കാണും, അവനും കാണും ആരാ മെസ്സേജ് അയക്കുന്നത്. നമ്മളിത് ശ്രദ്ധിക്കൂല. അപ്പൊ പറയും ഉസ്താദെ ഇന്ന് അക്കൗണ്ടിൽ നിന്ന് മെസ്സേജ് വരിക, പെൺകുട്ടികൾ മെസ്സേജ് അയക്കുക. എന്തിനാ ഇതൊക്കെ? ഉസ്താദുമാർക്ക് പോലും ഇങ്ങനെ മെസ്സേജ് അയക്കുന്നുണ്ടെങ്കിൽ സാധാരണ ചെറുപ്പക്കാർക്ക് എത്ര പേർ അയക്കുന്നുണ്ടാകും? അതുകൊണ്ട് ഇൻസ്റ്റഗ്രാം അക്കൗണ്ട്സുകളുള്ള പെൺകുട്ടികളാണെങ്കിൽ നിങ്ങൾ വിചാരിച്ചതുപോലെ ട്രാക്കിലേക്ക് മക്കളെ നിങ്ങൾക്ക് കിട്ടാൻ സാധ്യത കുറവാണ്. അങ്ങനെയുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ സജീവമായി ആടിയും പാടിയും ജീവിക്കുന്ന സ്റ്റൈൽ നിങ്ങളുടെ മക്കൾക്കുണ്ടെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അഅ്യുൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. അല്ലാഹുവേ, നമ്മുടെ മക്കളെ കൺകുളിർക്ക് ആസ്വാദനം നൽകുന്ന മക്കളാക്കണേ എന്ന് ആഗ്രഹിക്കുന്ന വാപ്പയുണ്ടോ, ഉമ്മയുണ്ടോ? മക്കൾക്ക് ഇൻസ്റ്റഗ്രാം അക്കൗണ്ടുകൾ ഉണ്ടെങ്കിൽ ഇന്ന് തന്നെ പോയി ചെക്ക് ചെയ്ത് മോനെ മോളെ ഇതൊന്നും നല്ലതിലേക്ക് നിനക്ക് എത്തിക്കാൻ കഴിയില്ല. അതിനെക്കുറിച്ച് പൂർണ്ണമായി ബോധമുള്ള വാപ്പയാണോ ഉമ്മയാണോ കുഴപ്പമില്ല. വാപ്പാക്ക് എന്താണ് ഇൻസ്റ്റഗ്രാം എന്നറിയില്ല, ഉമ്മാക്ക് എന്താണ് ഇൻസ്റ്റഗ്രാം എന്നറിയില്ല. മകൾ 24 മണിക്കൂറും സോഷ്യൽ മീഡിയയുടെ മുമ്പിൽ ഇങ്ങനെ ആസ്വദിക്കുകയാ. എന്റെ പ്രിയപ്പെട്ട വാപ്പാ, 5 വക്ത് നിസ്കാരത്തിന്റെ ഇമാമിന്റെ തൊട്ടുപിറകെ പോയിട്ട് അല്ലാഹു അക്ബർ എന്ന് തക്ബീറത്തുൽ ഇഹ്റാം കെട്ടിയിട്ട് കൂടി വാരി കൂടി വാട്ടുന്ന വാപ്പയാകട്ടെ ഉമ്മയാകട്ടെ, നിങ്ങളുടെ മക്കളെ ഇതുപോലെയുള്ള സോഷ്യൽ മീഡിയയിൽ ഹയാത്താക്കുന്നവരാണെങ്കിൽ മക്കളെ നിങ്ങളെ വിചാരിച്ചതുപോലെ കിട്ടണമെന്നില്ല. കാലം മോശമായി കൊണ്ടിരിക്കുകയാണ്, സാഹചര്യം മക്കളെ ദുഷിപ്പിച്ചുകൊണ്ടിരിക്കുകയാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ മനസ്സിലാക്കുക, അല്ലാഹു
അല്ലാഹു സുബ്ഹാനഹു വ തആല ഔറത്തിന്റെ കാര്യം എത്രത്തോളം ഗൗരവത്തോടെ നമ്മോട് പറഞ്ഞിട്ടുണ്ടോ, പഠിപ്പിച്ചിട്ടുണ്ടോ, ആ ഗൗരവത്തിൽ കണ്ടാ, ആ ഗൗരവത്തിൽ ഈ ഔറത്തിനെ കൊണ്ട് നടക്കാൻ കഴിഞ്ഞാൽ ഒരു പരിധിവരെ ഈ ദുനിയാവിൽ നമുക്ക് രക്ഷപ്പെടാൻ കഴിയും. അതല്ലെങ്കിൽ പല കെണിവലയിലും നാം പെട്ടുപോകും. അല്ലാഹുവേ നീ കാത്തുരക്ഷിക്കണേ അല്ലാ. ഫോളോവേഴ്സ് കൂട്ടാൻ, റീച്ച് കൂട്ടാൻ വേണ്ടി എന്താ ഒരു വീഡിയോ എങ്ങനെയെങ്കിലും ഷൂട്ട് ചെയ്യണം, കുറച്ച് ഡാൻസ് ചെയ്യണം, റീൽസ് ഇടണം, ഫോളോവേഴ്സിന് കിട്ടണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, സബ്സ്ക്രൈബേഴ്സ് കൂടണം, യൂട്യൂബിൽ കൂടി വരുമാനങ്ങൾ വരണം. ഇതേ ചിന്തയുള്ളൂ, വേറെ ഒന്നും ചിന്തയില്ല. അതിനിടയ്ക്ക് ഒരു വ്ളോഗർ പറയാം, ഉസ്താദെ ഈ യൂട്യൂബിൽ നിന്ന് വരുമാനം വരാൻ തുടങ്ങിയാലുണ്ടല്ലോ അതിന്റെ അത്ര വീക്ക്നെസ് വേറെയൊന്നുമില്ല ഉസ്താദെ. യൂട്യൂബിൽ നിന്ന് വരുമാനം വരാൻ തുടങ്ങിയാൽ സിൽവർ ബട്ടൺ, ഗോൾഡൻ ബട്ടൺ, പിന്നെന്തൊക്കെ ബട്ടണ, ഇതൊക്കെ കിട്ടാൻ തുടങ്ങിയാൽ പിന്നെ നമ്മുടെ വീക്ക്നെസ് ഫുൾ അതാണ് ഉസ്താദേ. എങ്ങനെയൊക്കെ വീഡിയോ ഷൂട്ട് ചെയ്യും, എങ്ങനെയൊക്കെ അപ്ലോഡ് ചെയ്യാൻ പറ്റും, ആ രീതിയിൽ അങ്ങ് ചെയ്യും. ജനങ്ങളെ ശ്രദ്ധിക്കാൻ അട്രാക്റ്റീവായിട്ട് എന്തൊക്കെ തമന്നെ പോയിട്ട് ആഡും എഡിറ്റ് ഒക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ അങ്ങ് ചെയ്ത് വെച്ച് കയറ്റി കൊടുക്കും. രാവിലെ അപ്ലോഡ് ചെയ്യും, 1 മണിക്കൂറാകുമ്പോൾ നോക്കും എത്രയായി, രാത്രിയാകുമ്പോൾ നോക്കും എത്രയായി, ഇത്ര മണിക്കൂർ ആള് കണ്ടു, ഇന്നത്തെ ദിവസം ഇത്ര പൈസ കിട്ടി, എന്താ സന്തോഷം. അതിന് എത്ര മോശമായ പരസ്യം കയറി വന്ന അതൊന്നും പ്രശ്നമല്ല, അതൊക്കെ ഹലാലല്ല ഉസ്താദേ. കാരണം എന്താ, പല ഉസ്താദന്മാരും ചെയ്യുന്നുണ്ട്. അപ്പൊ അവരൊക്കെ ഇങ്ങനെ പരസ്യങ്ങൾ കാണാം, അവര് ചെയ്യുന്നത് നമുക്ക് ഹലാലാകാതിരിക്കും. അങ്ങനെ ചിന്തിക്കുന്നവര് അങ്ങനെയുള്ള ഉസ്താദന്മാരെ നോക്കും, ഇല്ലാത്ത ഉസ്താദന്മാരെ എന്താവൂല നോക്കുന്ന പരിപാടി. ഇങ്ങനെയുള്ള ഉസ്താദന്മാരെ നോക്കും. അപ്പൊ ഹലാലാക്കാൻ ഉസ്താദന്മാരാരെങ്കിലും ആ കാര്യം ചെയ്യുന്നുണ്ട്, ഹലാൽ അങ്ങനെ ഹലാലാവോ? നിങ്ങൾ നല്ലത് ചെയ്യുന്ന എത്രയോ ആൾക്കാരില്ലേ ഇന്നും യൂട്യൂബിനെ കൊണ്ട് മോശമായ പരസ്യമില്ലാതെ പ്രസംഗങ്ങൾ പ്രചരിപ്പിക്കുന്ന എത്ര പേരുണ്ട്, എത്ര ഹാദിമീങ്ങളുണ്ട്. അതിനൊക്കെ അതൊന്നും നോക്കില്ല. ഈ രീതിയിൽ ആരെങ്കിലും ചെയ്യും, അപ്പൊ നമുക്ക് ഹലാൽ. ഇതൊന്നും ഹലാലും ത്വയ്യിബുമായ പൈസയാണെന്ന് ആരും ആഗ്രഹിക്കേണ്ടതില്ല, ആരും ചിന്തിക്കേണ്ടതില്ല. ഇതിനിടയ്ക്ക് പരിശുദ്ധമാക്കപ്പെട്ട മദീന പള്ളിയിൽ നിന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഫൈസി ഉസ്താദിനെ കണ്ടപ്പോ, ഉസ്താദിന്റെ ഖുർആനുമായി ബന്ധപ്പെട്ട ഒരു ഹാഫിളായ ഉസ്താദാണ്. ദിവസവും സ്റ്റാറ്റസ് വീഡിയോ ഇങ്ങനെ കാണാനിടയുണ്ട്. ഉസ്താദിനോട് ചോദിച്ചു, ഉസ്താദേ പരിശുദ്ധ ഖുർആനിനെ കുറിച്ച് മദീനയുമായി ബന്ധപ്പെട്ട വ്യത്യസ്തമായ രീതിയിലുള്ള അവതരണങ്ങളാണല്ലോ നിങ്ങൾ ഓരോ ദിവസവും ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയാൽ നിങ്ങൾക്ക് ഒരുപാട് സാമ്പത്തിക നേട്ടങ്ങളും ഉണ്ടാക്കിക്കൂടെ എന്ന് ചോദിച്ചപ്പോ ഹഫീദായ ഉസ്താദ് പറയുകയാ, ഹബീബേ ശരി തന്നെയാണ് പറഞ്ഞത്. അങ്ങനെ ഞാനൊരു ചാനൽ തുടങ്ങിയിട്ട് അതിലേക്ക് നീങ്ങിയാൽ മോശമായ പരസ്യങ്ങൾ അതിലേക്ക് കയറി വരുമ്പോ പലരും ചെയ്യുന്നു എന്ന് ചിന്തിച്ച് ഞാനും ചെയ്തു പോകും. ഞാൻ ഈ പരിശുദ്ധ മദീനയിൽ നിന്ന് ചെയ്യുന്ന ഏറ്റവും വലിയ അദബുകേടായി പോവില്ല ഹബീബേ എന്ന് പ്രിയപ്പെട്ട സുഹൃത്ത് പറഞ്ഞപ്പോ ചിന്തിച്ചു പോയി. യാ അല്ലാഹ്, എത്ര പേരാ യൂട്യൂബിൽ നിന്നും ഹറാമായ പരസ്യങ്ങൾ ആഡ് കൊടുത്തുകൊണ്ട്, പരസ്യത്തിന്റെ പ്രോത്സാഹനം നൽകിക്കൊണ്ട് ആയിരങ്ങളും പതിനായിരങ്ങളും സമ്പാദിച്ചു കൊണ്ടിരിക്കുന്നത്. അല്ലാഹുവേ കാത്തുരക്ഷിക്കണേ അല്ലാഹ്. ഹറാമായ രീതിയിൽ 1 രൂപ നാം സമ്പാദിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മിൽ നിന്നും നഷ്ടപ്പെടുത്താതെ ഒരിക്കലും തന്നെ ജീവിതം നാം കഴിഞ്ഞു പോവാൻ കഴിയുമെന്ന് ചിന്തിക്കേണ്ടതില്ല. 1 രൂപ ഹറാമായ രീതിയിൽ സമ്പാദിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പാണ് മുസ്തശ്ഫയിലേക്ക് പോകൽ, അത് ഉറപ്പാണ് ഹോസ്പിറ്റലിലേക്ക് പോകൽ, ഉറപ്പാണ്. എന്തെങ്കിലും ഒരു അസുഖത്തിന്റെ കാരണം നൽകിക്കൊണ്ട് 1 രൂപ സമ്പാദിച്ചവന് 2 രൂപ ഹോസ്പിറ്റലിൽ പോയി ചെലവഴിക്കേണ്ടി വരും. അല്ലാഹ് നീ കാത്തുരക്ഷിക്കണേ അല്ലാഹ്. അവിടത്തേക്ക് പര്യവസാനിക്കും. താൽക്കാലിക ആശ്വാസ, ആയിരങ്ങളും പതിനായിരങ്ങളും ലക്ഷങ്ങളൊക്കെ ഹറാമായ വഴിക്ക് വരുമ്പോ അത്രയ്ക്ക് പൈസ എനിക്ക് കിട്ടിയല്ലോ, ആരാശ്വാസം കിട്ടും? കുറച്ചു കഴിഞ്ഞാൽ തുടങ്ങും മാരകമായ അസുഖ, ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം, ലക്ഷങ്ങൾ വേണം, അഡ്മിറ്റ് ചെയ്യണം, ട്രീറ്റ്മെന്റ് വേണം. ഈ രീതിയിൽ അവസാനിക്കുക. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ.
അതുകൊണ്ട് ഹറാമായ രീതിയിൽ ജീവിക്കുന്നവരായി മാറിപ്പോകരുത്. സമ്പത്തിന് വേണ്ടി റബ്ബിനോട് ദുആ ചെയ്യാം. മഹാനായ ഇമാം ഗസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹി പഠിപ്പിക്കുകയാണ്, ഒരു മനുഷ്യൻ സമ്പത്തിന് വേണ്ടി പടച്ച റബ്ബിനോട് എങ്ങനെയാ ദുആ ചെയ്യേണ്ടത്? അല്ലാഹ്, ഒരുപാട് പേർക്ക് സദഖ ചെയ്യാൻ പറ്റുന്ന സമ്പത്ത് വർദ്ധിപ്പിച്ചു തരണേ അല്ലാഹ്. സകാത്ത് കൊടുക്കാൻ പറ്റുന്ന സമ്പത്ത് വർദ്ധിപ്പിച്ചു തരണേ അല്ലാഹ്. ദിവസം ഇഹ്യാഉലുലൂമിനടുത്ത് ഇങ്ങനെ താര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഗസ്സാലി ഇമാമിൻ പഠിപ്പിച്ച ഈ ദുആ ഇങ്ങനെ കാണുകയായിരുന്നു. സകാത്തും സദഖയും കൊടുക്കാൻ പറ്റുന്ന സമ്പത്ത് വർദ്ധിപ്പിച്ചു തരണേ അല്ലാഹ്. ആ സമ്പത്തിൽ ഹറാമ് കയറി വരില്ല. ഒരു മനുഷ്യൻ സമ്പത്തിന്റെ സക്കാത്ത് കൂട്ടണമെങ്കിൽ ഹറാമായ പൈസക്കാരെങ്കിലും സക്കാത്ത് കൂട്ടോ? പറ്റിച്ചു കൊണ്ടുവന്ന പൈസക്കാരെങ്കിലും സക്കാത്ത് കൊടുക്കോ? സക്കാത്ത് കൊടുക്കുന്നതിനാ പടച്ചോനടുത്ത് രക്ഷപ്പെടാൻ വേണ്ടിട്ടല്ലേ. പടച്ചോനടുത്ത് പെട്ട പൈസക്ക് സക്കാത്ത് വന്നിന്. ഇങ്ങനെ ഗസ്സാലി ഇമാമിന്റെ ദുആ കണ്ടപ്പോ അത്ഭുതം തോന്നിപ്പോയി. അങ്ങനെ മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടിയിലെ ഒരു ഖാലിദ് സാഹിബ് എന്ന് പറയുന്ന ഒരു സഹോദരനുണ്ട്. ഏകദേശം ഒരു 35-40 വയസ്സ് പ്രായമുള്ള ചെറുപ്പക്കാരൻ. ആ സഹോദരൻ, ഞാൻ ഈ ഗസ്സാലി ഇമാമിന്റെ ദുആ ഇങ്ങനെ കണ്ട് കുറച്ച് ദിവസം കഴിഞ്ഞ് ആ ഭാഗത്തൊരു പരിപാടിക്ക് പോയപ്പോ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലേക്ക് ഖാലിദ് സാഹിബ് എന്നെ പിക്ക് ചെയ്യാൻ വന്നു, ആ പരിപാടിയുടെ സ്ഥലത്തേക്ക് കൊണ്ടുവിടാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഖാലിദ് സാഹിബ് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പറഞ്ഞു, ഉസ്താദേ, ഞാൻ എപ്പോഴും അല്ലാഹുവിനോട് ദുആ ചെയ്യാറ് സകാത്തും സദഖയും കൊടുക്കാൻ പറ്റുന്ന സമ്പത്ത് വർദ്ധിപ്പിച്ചു തരണേ അല്ലാഹ്. ആ മനുഷ്യൻ പറയാ, ആത്മാർത്ഥമായിട്ട് ഈ ദുആ ഞാൻ ചെയ്യാൻ തുടങ്ങിയപ്പോ എനിക്ക് പലവഴക്കും അല്ലാഹു അനുഗ്രഹങ്ങൾ ചെയ്തു തന്നു. എന്നാൽ അൽഹംദുലില്ലാഹ് നല്ല ഇസ്സത്തുള്ള ജീവിതമാണ്. നല്ല ഇസ്സത്തുള്ള ജീവിതമാണ്. അദ്ദേഹത്തിന്റെ വീട്ടിൽ എല്ലാ ദിവസവും ആഴ്ചക്ക് ഒരു ദിവസം പണ്ഡിതന്മാർക്ക് പണ്ഡിത ദർസ്. അദ്ദേഹം ആലിമൊന്നല്ല, പക്ഷേ ആലിമീങ്ങൾക്കൊരു ദർസ് അദ്ദേഹത്തിന്റെ വീട്ടിൽ നടക്കിയ വലിയൊരു പണ്ഡിതന്റെ കീഴിൽ. ഒരുപാട് സ്ഥാപനങ്ങൾക്ക് അദ്ദേഹം അത്താണിയ. നമ്മുടെ മഹാനായ ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെ നേതൃത്വം നൽകുന്ന മുണ്ടക്കുളം ജലാലിയ കോളേജിന്റെ ഒക്കെ മുഖ്യ കാര്യദർശിയാണ്. ഒരുപാട് പാവപ്പെട്ടവരെ സഹായിക്കുക. അദ്ദേഹം പറയാം, എന്റെ ദുആ അല്ലാഹു കബൂലാക്കി, ആ വഴിക്ക് അല്ലാഹു സമ്പത്ത് തരുന്നു, ആ വഴിക്ക് ഞാൻ ചെലവഴിച്ചുകൊണ്ടേയിരിക്കുന്നു, ആ വഴിക്ക് ഞാൻ ചെലവഴിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇതല്ലേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, എനിക്ക് ഇനിയും ഒരു മകൾ ഉണ്ടായിരുന്നുവെങ്കിൽ ആ മകളെയും ഞാൻ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തന്നെ കഴിപ്പിച്ചു കൊടുക്കുമായിരുന്നു. എന്താ കാരണം? ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ രീതി എന്താണെന്നറിയോ? ഉള്ളതൊക്കെ വാരി കൊടുക്കുക. ഇതാണ് ആരുടെ രീതി? ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ രീതി. നിങ്ങള് പുതിയാപ്പിളയായിട്ടൊരു മനുഷ്യൻ എടുക്കുന്നുവെങ്കിൽ ഗസ്സാലി ഇമാം പഠിപ്പിക്കുകയാ, ആ മനുഷ്യന് ഈ സ്വഭാവം ഉണ്ടോ എന്ന് നിങ്ങൾ പഠിച്ചോ, ബാക്കിയൊക്കെ അവനുണ്ടാകും. ഏതാ സ്വഭാവം? പ്രയാസം അനുഭവിക്കുന്നവരെ, പാവപ്പെട്ടവരെ, അല്ലെങ്കിൽ സാമ്പത്തിക ആവശ്യങ്ങളുള്ളതിനെ സഹായിക്കുന്ന ഒരു പോസിറ്റീവ് വശം അവനക്കുണ്ടോ, അവൻ ബാക്കിയൊക്കെ പക്കയാകും. സത്യല്ലേ? അവർ ഒരിക്കലും വഴിമുട്ടൂല, അവർ ഒരിക്കലും പരാജയപ്പെടില്ല. ഇത് റസൂലുള്ളാഹി തങ്ങളുടെ രീതി. അതുകൊണ്ടാണ് ഹബീബായ തങ്ങളുടെ ഏത് സദസ്സിനും സാമ്പത്തിക സഹായത്തിന്റെ എന്തെങ്കിലും ആവശ്യം വന്ന ആദ്യം വിളിക്കലാരെയാ? ഉസ്മാനെ. ആരെ വിളിക്കാ? ഉസ്മാനെ. അപ്പോ നിങ്ങളുടെ മഹല്ലിലും അങ്ങനെ ഒരു സാമ്പത്തിക ആവശ്യമുണ്ട്.